നന്നായിട്ട് നാമം ചൊല്ലും. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ തൃതീയോധ്യായ. നാരദ ഉവാച ഹിരണ്യകശിപൂരാജന്നഗേയമജരാമരം ആത്മാനമപ്രതിദ്വന്ദ്വമേകരാജം വിധിൽ സദാ സദേവേ മന്ദരദ്രോണ്യാം തവ പരമദാരുണം ഊർധ്വബാഹുർനഭോ ദൃഷ്ടി പാദാംഗുഷ്ടാശ്രിതാവനി ജടാദീധിരിപീരേ സംവർത്താർക്ക ഇവാംശുഭി തസ്മിൻ സ്തപസ്തപ്യമാനേ ദേവാ സ്ഥാനാനി ഭേജിരേ തസ്യ മൂർധനസ്തമുദ്ഭൂതസ്തധൂമോഗ്നിസ്തപോമയ തിര്യകൂർധമഭോ ലോകാനതമൈശ്വരീര ചുക്ഷുഭന്നദ്വിരന്മന്ദസ്തദ്വീവാദൃശ്ചകാലഭൂ ഇദേവ സദ്യഹാസ്താര ജജ്വലുശ്ചലിശോദശ തേന ദത്താദിവം ത്യക്ത്വാ ബ്രഹ്മലോകയ്യസുരാ ധാത്രേ വിജ്ഞാപയാമാസു ദേവദേവ ജഗൽപദേ ദൈത്യേന്ദ്രതപസാ തത്താദിവിസ്ഥാതും ന ശക്നുമ തസ്യ ചോപശമം ഭൂമൻ വിദേഹേതി മന്യസേ ലോകാനയാവന്നം ക്ഷന്തീവനിഹാരാസ്തവാ വിഭൂ തസ്യായങ്കില സങ്കൽപ്പശ്ചരതോ ദുശ്ചരം തവ ശൂയതാം കിം ന വിദിതസ്തവാധാവിനിവേദിത സൃഷ്ട്വാ ചരാചരമിദം തമോ യോഗസമാധിന അധ്യാസ്തേ സർവഹിഷ്യേഭ്യ ഹരമീഷ്ഠീ വിജാസനം തദഹം വർദ്ധമാനേന തമോ യോഗസമാധിന കാലാത്മനോശ്ച നിത്യത്വാൽ സാധയിഷ്യേ തദാത്മന അന്യഭേദം വിധാസ്യേഹമയഥാ പൂർവമോജസാ കിമന്യൈഃ കാലനിർധൂതൈഃ കൽപ്പാന്തേ വൈഷ്ണവാദിഭിः ഇതി ശുശ്രുമനിർബന്ധം തവ പരമമാസ്ഥിത വിധൽസ്വാനന്തരം യുക്തം സ്വയം ത്രിഭുവനേശ്വര തമാസനം ജഗവാം പരമേഷ്ഠ്യം ജഗൽപദേ ഭവായ ശ്രേയസേ ഭൂതി ക്ഷേമായ വിജയായ ച ഇതി വിജ്ഞാപിതോ ദേവേർഭഗവാനാത്മഭൂർന്ദർവ പരീതോ ബഹുരക്ഷാദ്യേയോ ദൈത്യേശ്വരാശ്രമം നദർശ പ്രതിച്ഛന്നം വൽമീകതൃണകീശകൈഃ വിപീലികാഭിരാശീർണമേതസ്ത്വം മാംസശോണിതം തപന്തം തപസാ ലോകാൻ യഥാ ഭ്രാപിഹിതം രവിർ വിലക്ഷ്യ വിസ്മിതപ്രാഹ പ്രഹസൻ ഹംസവാഹന. ബ്രഹ്മോവാച ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ തപസ്സിദ്ധോസി കാശ്യപ വരദോഹമനുപ്രാപ്തോ മ്രിയതാം ഈപ്സിതോ വര അദ്രാക്ഷമഹമേതത്തെ ഹൃത്സാരം മഹദദ്ഭുതം ദംശ ഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്ഥിഷു ചേരതേ നൈതൽ പൂർവഋഷയശ്ചക്രു ന കരിഷ്യന്തി ചാപരേ നിരംബു ധാരയേൽ പ്രാണാൻ കോ വൈ ദിവ്യസമാശ്രതം വ്യവസായേന തേനേന ദുഷ്കരേണ മനസ്വിന തപോനിഷ്ഠേന ഭവതാ ചിരോഹം വിധിനന്ദന തതസ്ത ആശിഷ സർവാദാമ്യസുര പുംഗവ മർത്യസ്യ തേ അമർത്യസ്യ ദർശനം നാഫലം മമ. നാരദ ഉവാച ഇത്യുക്ത്വാ വിഭവോ ദേവോ ഭക്ഷിതാംഗം വിദീതികൈഃ കമണ്ഡലജലേന ഉച്ഛൽ ദിവ്യേനാമോഘരാധസ സദൽക്കീചകവൽമീകാൽ സഹ ഊജോബലാന്വിത സർവാവയവസമ്പന്നോ വജ്രസംഹനനോ യുവ ഉത്ഥിതസ്തപ്തഹേമാഭോ വിഭാവസുരിവൈധസ സനിരീക്ഷ്യാംബരേ ദേവം ഹംസവാഹമവസ്ഥിതം നനാമ ശിരസാ ഭൂമോ തദ്ദർശനമഹോത്സവ ഉത്ഥായ പ്രാഞ്ജലി പ്രഹ്വ ഈക്ഷമാണോ ദൃശാ വിഭു ഹർഷാശ്രുപുളകോൽഭേദോ ഗിരാ ഹിരണ്യകശിപുരുവാച കൽപ്പാന്തേ കാലസൃഷ്ടേനായോന്ധേന തപസാവൃതം അഭിവ്യനജഗതിതം സ്വയം ജ്യോതിസ്വരോജിഷ ആത്മനാ ത്രിവൃതാ ചേദം സ്വയത്യവതിരുപ്പതി
രജസത്വതമോധാമ്നെ പരായ മഹതേ നമഃ. നമ അദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയേ പ്രാണേന്ദ്രിയ മനോബുദ്ധിവികാരേർവ്യക്തിമീയുഷേ ത്വമീശിഷേ ജഗതസ്തസ്ഥുഷശ്ച പ്രാണേന മുഖ്യേന പതി പ്രജാന ചിത്തസ്യ ചിത്തേ അർമ്മന ഇന്ദ്രിയാണാം പദർമഹാൻ ഭൂതഗണാശയേശ ത്വം സപ്തഗന്ധുവൻവിതനോഷിതന്വാത്രയ്യാ ചാനിർഹോത്ര കവിദ്യയാ ച ത്വമേക ആത്മാത്മവതാമനാദിരനന്ദകാര കവിനന്ദനാത്മാ ത്വമേവ കാലോ നിമിഷോ ജനാനാമായുർലവാദ്യാമയമേക്ഷിണോഷി കൂടസ്ഥ ആത്മാ പരമേഷ്ഠരോ മഹാംസ്ത്വം ജീവലോകസ്യ ജീവ ആത്മാ ത്വത്തഃ പരം നാപരമപ്യനേകനേ ഗച്ഛ കിഞ്ചൽവ്യതിരിക്തമസ്തി വിദ്യാകലാസ്തേതനവശ്ച സർവ്വ ഹിരണ്യഗർഭോऽസി ബൃഹൽത്രിപൃഷ്ഠ വ്യക്തം വിഭോ സ്ഥൂലമിദം ശരീരം യേനേന്ദ്രിയപ്രാണമനോഗുണാംസ്ത്വം ഭുങ്ക്ഷേ സ്ഥിതോ ധാമ നിവാരമിഷ്ഠേ അവ്യക്ത ആത്മാ പുരുഷ പുരാണ അനന്താവ്യക്തരൂപേണ യേനേദമഖിലം തദം ചിതൽശക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ. കിരീടാസ്യസ്യ വിമതാൻ വരാന്മേ വരനോത്തമ ഭൂതേഭ്യഃ ത്വദ്വിസൃഷ്ടേഭ്യഃ മൃത്യുർമാ ഭുവന്മോ പ്രഭോ നാന്തർഭയഗ്ദിവാമക്തമന്യസ്മാദവിഷായുധൈഃ ന ഭൂമൗ നാന്തരേ മൃത്യു ന നരേയം ന മലേരവി വ്യസുഭിർവാ സുമദ്ഭിർവാസുരാസുരമഹോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം സർവേഷാം ലോകപാലാനാം മഹിമാനം ത്രിധാത്മന തവോ യോഗപ്രഭാവാണാം എന്ന ശിഷ്യതിരിഹിൽ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ ഹിരണ്യകശിപോർവരയാചനം നാമ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തില് അനേകം ഭാഗവതന്മാരുടെ കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനെ തന്നെ ഉപാസിക്കുന്നവരെയാണ് ഭാഗവതന്മാർ എന്ന് പറയും. അങ്ങനെ നിരവധി ഭാഗവതന്മാരുടെ കഥകളാണ് നമുക്ക് ഭാഗവതത്തിൽ കേൾക്കാൻ സാധിക്കും. ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടത് നാരായണനാമം ജപിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി തീർന്ന അജാമിളൻ എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് കേട്ടത്. അജാമിളൻ പാപങ്ങൾ ചെയ്ത് 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 കൊന്നുപോലെ കൂട്ടിയത്. പാപമല എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം എന്നെനിക്ക് തോന്നുന്നു. വലിയൊരു മല, അതായത് പാപങ്ങൾ ചെയ്ത് കൂട്ടി 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 എന്തായി, മല പോലെ പാപങ്ങൾ ചെയ്ത് കൂട്ടിയാളായിരുന്നു ആര്, എന്താണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈശ്വരന്റെ നാമം ജപിച്ചതുകൊണ്ടാണ്. ആ നാമമാണ് നാരായണ എന്ന് പറയുന്ന നാമം. അവന് നാരായണ നാമം ജപിച്ചതുകൊണ്ടാണ് അജാമിളന് ആ പാപമലയെ മുഴുവനും ചുട്ട് നശിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കാര്യത്തിൽ എന്താ? അജാമിളന്റെ കാലമൊക്കെ കഴിഞ്ഞു, അജാമിളനൊക്കെ ഭഗവാന്റെ ലോകത്തിലെത്തി. ഇപ്പൊ നമ്മളല്ലേ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഈ അജാമിളന്റെ കാര്യമോ ഉദ്ധവന്റെ കാര്യമോ അതൊന്നും കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളുടെ കാര്യം നോക്കട്ടെ. അവരൊക്കെ പോയി, അവരൊക്കെ ശരിയായ വഴിക്ക് സഞ്ചരിച്ചിട്ട് അവരൊക്കെ എന്ത് ചെയ്തു? പരമഫലത്തെ പ്രാപിച്ചു. അപ്പം നമ്മൾ ആരെയെ പറ്റി ചിന്തിക്കണം? നമ്മൾ ചിന്തിക്കേണ്ടത് അജാമിളനെ പറ്റിയോ ഉദ്ധവനെ പറ്റിയോ അക്രൂരനെ പറ്റിയോ ഗോപികമാരെ പറ്റിയോ ഒന്നുമല്ല.
നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മളെവിടെയാപ്പോൾ ഉള്ളത്? ഇപ്പം നമ്മൾ ഈ ഭൂമിയിലാണ് ഇരിക്കുന്നത്. വന്നിട്ട് കുറച്ച് കാലം ആയതുമില്ല. ഒരു ശരീരവുമായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ട്. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവും ഭൂമിയിൽ? ചോദ്യം നിങ്ങളോടാണ്. ഇനി നമ്മളൊക്കെ എത്ര കാലം ഈ ഭൂമിയിൽ ഇതുപോലെ ജീവിച്ചിരിക്കും? അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല അല്ലേ? ചോദിച്ചോ? ആരോടെങ്കിലും ചോദിച്ചോ എത്ര കാലം കൂടെ ഉണ്ടാവും? നമ്മളെ കൂടെയുള്ള പല ആൾക്കാരും പോയില്ലേ? എത്ര ആൾക്കാരുണ്ടായിരുന്ന കൂടെ ഇല്ലേ? എത്രയോ ആൾക്കാർ കൂടെ ഉള്ളവരൊക്കെ മരിച്ചുപോയി. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുക. എന്താ ചെയ്യുന്നത്? ക്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വരി നിൽക്കുക. എന്തിനാ വരി നിൽക്കുന്നത്? വരിയുടെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആരൊക്കെയോ പോയി. ഇനി കുറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമയമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പോണ്ടേ? ഉണ്ടാ? ഇവിടെ സ്ഥിരതാമസമൊന്നും ഇല്ല. ഇത് വെറും ഒരു താൽക്കാലികമായ ഒരു ജീവിതമാണ്. ഇവിടെ ഒന്നും പെർമനൻ്റ് അല്ല. നമ്മൾ പറയും പെർമനൻ്റ് ആണെന്നല്ലേ. ഈ ലോകത്തിൽ ജോലി പോലും എന്തല്ല? പെർമനൻ്റ് അല്ല. പണ്ട് ഒരു മഹാത്മാവിനോട് ഒരാൾ പറഞ്ഞു പെർമനൻ്റ് ജോലി കിട്ടി. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഉടനെ അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർത്തു. എന്ത്? ഇൻ എൻ ഇംപെർമനന്റ് വേൾഡ്. ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞതാ, സ്വാമി എനിക്ക് പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടി. സന്തോഷമായിട്ടാണ് പറഞ്ഞത്. ആര്? ചെറുപ്പക്കാരനെ. പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടില്ല. അത് കേട്ടപ്പോൾ ചിരിച്ചോണ്ട് സ്വാമി പറഞ്ഞു, എവിടെയാ പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടിയത്? ഇൻ എൻ ഇംപെർമനന്റ് വേൾഡ് എന്ന് പറഞ്ഞാൽ അസ്ഥിരമായ താൽക്കാലികമായ ഒരു ലോകത്തിലാണ് അതിനൊക്കെ സ്ഥിരമായ ജോലി കിട്ടിയത്. അപ്പോഴാ കുട്ടിയുടെ കണ്ണ് തുറന്നത്. ഈ കുട്ടിയുടെ കണ്ണ് തുറക്കട്ടെ. ഇവിടെ ആർക്കും കണ്ണ് തുറക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്മാർക്ക് 3 കണ്ണുണ്ട്. നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇന്നേ വരെ ഒരു ബയോളജിയിലെ ടീച്ചറും പറഞ്ഞു തന്നില്ല മനുഷ്യന് 3 കണ്ണുണ്ടെന്ന്. എന്താ? ഇല്ലല്ലോ. 3 കണ്ണുണ്ട്. 2 കണ്ണ് പുറത്തേക്കുള്ളതാണ്. പിന്നെ നമുക്ക് 3-മതൊരു കണ്ണുണ്ട്. അതെല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അത് ഉള്ളിലാണ്. ഇത് ഉൾക്കണ്ണ് എന്നാണ് പറയുന്നത്. ഉൾക്കണ്ണ് തുറക്കാൻ എവിടെ പോകണം? യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കാര്യമില്ല, കോളേജിൽ പോയിട്ട് കാര്യമില്ല, സ്കൂളിൽ പോയിട്ട് കാര്യമില്ല. അവിടെ നിന്ന് നിങ്ങളുടെ ഉൾക്കണ്ണ് തുറന്നു കിട്ടുകയില്ല. അതിനുള്ള സംവിധാനങ്ങളില്ല അവിടെ. അതിനുള്ള സംവിധാനം ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല. ഉൾക്കണ്ണ് തുറപ്പിക്കുന്ന ആളുടെയാണ് ഗുരു എന്ന് പറയും. അപ്പോൾ ഗുരു എന്താ ചെയ്യുക? നിങ്ങളുടെ 3-മത്തെ കണ്ണ് ശരിക്കും തുറപ്പിച്ച് ഒരു പുതിയ കാഴ്ച കാണിച്ചു തരും. ആ പുതിയ കാഴ്ച നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചയാണ്. അത് ആത്മാവിൻ്റെ ലോകത്തിലേക്കുള്ള കാഴ്ചയാണ്. അത് മനോഹരമായ കാഴ്ചയാണ് അല്ലേ? അപ്പം അങ്ങനെ അജാമിളന് ആ ഉൾക്കണ്ണ് തുറന്നു കിട്ടിയത് വിഷ്ണുദൂതന്മാരെ കണ്ടപ്പോഴാണ്. ഇതുപോലെ ഓരോരുത്തർക്ക് ജീവിതത്തിലെ ഓരോ അനുഭവം കൊണ്ടാണ് അവരുടെ ഉൾക്കണ്ണ് തുറന്നു കിട്ടുന്നത്. അങ്ങനെ ആ ഉൾക്കണ്ണ് തുറന്നു കിട്ടിയ ഒരാളുടെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് വൃത്രാസുരൻ എന്നായിരുന്നു. പേര് മറന്നു പോകണ്ട. വൃത്രാസുരൻ അസുരനാണ്. അസുരനാണെങ്കിലും അദ്ദേഹം ആരായിരുന്നു? നല്ലൊരു ഭക്തനായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആദ്യമായിട്ട് വായന കേൾക്കുകയാണല്ലോ, അസുരന്മാർക്കൊക്കെ ഭക്തി ഉണ്ടാവോ എന്ന് സംശയമുണ്ട്. അസുരന്മാർക്കും എന്തുണ്ടാവാം? ഭക്തി ഉണ്ടാവാം. ദേവന്മാർക്ക് ഭക്തി ഉണ്ടാവാം, അസുരന്മാർക്ക് ഭക്തി ഉണ്ടാവാം. മനുഷ്യനോ ഗന്ധർവനോ ആർക്ക് വേണമെങ്കിൽ ഈശ്വര ഭക്തി ഉണ്ടാവാം. അവർ അസുരന്റെ കഥയാണ് ഈ കേൾക്കാൻ പോകുന്നത്. ആ അസുരന്റെ പേരാണ് വൃത്രാസുരൻ. ആ വൃത്രാസുരൻ നല്ല ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. അസുരനാണ്, പക്ഷെ അദ്ദേഹം നല്ല ഭക്തനായിരുന്നു. അപ്പോൾ ആ വൃത്രാസുരൻ ഭക്തി കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ എന്താക്കി മാറ്റി? ഈശ്വര പൂജയാക്കി മാറ്റി. നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല അല്ലേ? നമ്മുടെ കർമ്മങ്ങളൊന്നും എന്തായിട്ട് മാറുന്നില്ല? പൂജയായിട്ട് മാറുന്നില്ല. അതാണ് നമ്മളുടെ തകരാറ്. നമ്മൾ ഓരോ കർമ്മവും എന്തായിട്ട് മാറണം? കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കണോ? കർമ്മം ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മം കേൾക്കുന്നുണ്ടോ? അത് ഉറക്കം നോക്കണ്ടോ? ഉറക്കം നോക്കുന്ന സമയമാണിത്. പൊതുവെ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണി വരെയുള്ള സമയം. ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒന്നിങ്ങനെ ഉറക്കം തൂങ്ങുന്ന സമയമാണ്. സാധനമൊന്നുമില്ല, ആരൊന്നും കേട്ടോ. പിന്നെ നിങ്ങൾ ഉറക്കത്തു നിന്നൊക്കെ എണീപ്പിക്കണേ ഞാൻ വല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിനാണ് ഇടയ്ക്ക് ഞാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ ഒന്ന്
അപ്പം മെല്ലെ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരണ്ടേ. അപ്പോഴാണ് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാണ് ഇരിക്കണത്, എന്താ കൊണ്ട് നടക്കുന്നത്? ഇപ്പോഴാണ് നമുക്കൊരു ബോധം ഉണ്ടാവുമോ, ഇവിടെ അമ്പലത്തിലായിരുന്നു, സപ്താഹം കേൾക്കുകയായിരുന്നു അല്ലേ. അത് സാരമില്ല, ഉറക്കം വന്നാൽ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനൊന്നുമല്ലോ, ഉറങ്ങുകയല്ലേ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. അപ്പോൾ ഏതായാലും കുറേശ്ശെ ഈ ഊണൊക്കെ അധികം കഴിക്കരുത് ഞാൻ പറഞ്ഞില്ല. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അധികം ഊണ് കഴിക്കേണ്ട, അധികം ചോറ് തിന്നണ്ട. എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടും ഇവിടെ ആൾക്കാർ എത്രയാ ചോറൊക്കെ വാരി തിന്നണത്. ഇതിനെ പറ്റുക ഈ ചോറ് കുറേ വാരി തിന്നിട്ടൊരു കാര്യമില്ല. എന്തോ എന്താ അതിനകത്തൊന്നുമില്ല. ചോറ് കഴിച്ചാൽ എന്താ കിട്ടുക? ചോറ് കഴിച്ചാൽ അതിന്ന് അന്നജം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, വേറെ കാര്യമായിട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് ആഹാരം എത്ര കഴിച്ചാൽ മതി, കുറേശ്ശെ കഴിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഉറക്കം തോന്നില്ല. ഈ ആഹാരം എത്രയാ കഴിക്കുന്നതെന്നറിയാം ആൾക്കാർ വെട്ടി വിഴുങ്ങുകയാണ്. വെട്ടുന്നതൊക്കെ പണ്ടാരോ പറഞ്ഞോളാം, കിട്ടിയതൊക്കെ ഞാനങ്ങോട്ട് തട്ടിയത്. അപ്പൊ കേട്ടയാൾ പറഞ്ഞു തട്ടിപ്പോകാൻ വലിയ താമസം ഉണ്ടാവില്ല. മനസ്സിലായില്ല. അത് നമ്മൾ തട്ടിപ്പോകാൻ പല ആൾക്കാർ തട്ടിപ്പോവുക വേഗം. എന്താ കാരണം? തിന്നുന്നതിന് യാതൊരു കണക്കില്ല ചേട്ടാ. എത്ര ആൾക്കാരാ തട്ടിപ്പോകണമെന്ന് അറിയാം, ഒരുപാട് ആൾക്കാർ. അങ്ങനെ കാര്യം മനസ്സിലായി. അപ്പം അങ്ങനെ തിന്നാൻ വേണ്ടി ജീവിക്കരുത്. രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട് പറയും ലോകത്ത്. ചിലര് തിന്നാനായിട്ട് ജീവിക്കുന്നവരാണ്, ചിലരോ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരാണ്. നിങ്ങൾ ഏതിനാ പെടുമെന്ന് എനിക്കറിയില്ല. ആണോ രണ്ടാമത്തേതാണോ എനിക്കറിയില്ല. അവ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ വൃത്രാസുരനെ കണ്ടുപിടിച്ചോളൂ. വൃത്രാസുരന്റെ ജീവിതം പൂർണ്ണമായും ഈശ്വരനെ സമർപ്പിച്ച ജീവിതമാണ്. അദ്ദേഹത്തിന് എപ്പോഴും ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. എന്താ വിചാരം? അജാതപക്ഷ ഇവ മാതരം ഖഗാഹ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ വിദൃക്ഷതേ ത്വാം. 24 മണിക്കൂറും ഈ ഒരു വിചാരധാരയായിരുന്നു ആർക്കുണ്ടായിരുന്നത്, വൃത്രാസുരന് ഉണ്ടായിരുന്നത്. അതെന്താണ്? അതിപ്പോൾ സംസ്കൃതത്തിലാണല്ലോ ശ്ലോകം ചൊല്ലിയതല്ലേ, അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. വൃത്രാസുരൻ എപ്പോഴും ഭഗവാനോട് പറയും, എന്തൊരു ഭക്തിയാണെന്നറിയോ വൃത്രാസുരന്. അസുരനാണെങ്കിൽ നല്ല ഭക്തിയാണ്. അപ്പൊ അദ്ദേഹം ഭഗവാനോട് എപ്പോഴും പറയും എന്ത്? മനോരവിന്ദാക്ഷ വിദൃക്ഷതേത്വ. അരവിന്ദാക്ഷാന്ന ആരെ വിളിക്കുക? ഗുരുവായൂരപ്പനെ വിളിക്കുക. നമ്മളൊന്നും അങ്ങനെ വിളിക്കാറില്ലേ. അരവിന്ദാക്ഷാന്ന് നിങ്ങൾ എന്തെങ്കിലും ഭഗവാനെ വിളിച്ചിട്ടുണ്ടോ? വീണ സമയത്ത് ഞാൻ ദീപാരാധനയ്ക്ക് തോന്നി അരവിന്ദാക്ഷാന്ന് വിളിച്ചിരിക്കുന്നത്. അരവിന്ദാക്ഷ എന്നാണ് ആര് വിളിച്ചത്? വൃത്രാസുരൻ വിളിച്ചു. അരവിന്ദാക്ഷ പറഞ്ഞാൽ എന്താ അർത്ഥം? അരവിന്ദ് എന്ന് പറഞ്ഞാൽ എന്താ? അരവിന്ദ് താമര, അക്ഷി പറഞ്ഞാൽ കണ്ണ്. ഇപ്പൊ ഭഗവാന്റെ കണ്ണ് താമരപ്പൂ പോലെയുള്ള കണ്ണായതുകൊണ്ട് താമരക്കണ്ണാന്ന് വിളിച്ചു. ആരെ? എന്നിട്ട് പറഞ്ഞു മനോരവിന്ദാക്ഷ വിദൃക്ഷതേ ത്വാം. എനിക്ക് വിദൃക്ഷതേ ത്വാം വിദൃക്ഷതേ മനഃ ത്വാം വിദൃക്ഷതേ. എൻ്റെ മനസ്സ് ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങയെ, വിദൃക്ഷതേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സ് എപ്പോഴും ആരെ കാണാൻ ആഗ്രഹിക്കുകയാണ്? ഭഗവാനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് വിദൃക്ഷ. ഈ വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 3-ാം ദിവസമാണ് ഈ വാക്ക് പഠിപ്പിച്ചു തരാൻ സപ്താഹം. ആ വാക്കാണ് ദിദൃക്ഷ. ഒരു സംസ്കൃത വാക്ക് ദിവസേന 10 പഠിക്കണം. നേരത്തെ കുറേ എണ്ണം പഠിച്ചില്ലേ സംസ്കൃത വാക്ക്? ഓർമ്മ ഉണ്ടോ? ചോദിച്ചു നോക്കട്ടെ. അയ്യോ തിരുമേനി ഒന്നും ചോദിക്കരുത്, അതൊക്കെ അസമയത്തൊരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു അല്ലാതെ ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും അല്ലേ. മറക്കാൻ പാടില്ല. ദിവസേന നമ്മൾ ക്ഷേത്രത്തിൽ വന്നാൽ ചുരുങ്ങിയത് ഒരു 10 സംസ്കൃത വാക്കെങ്കിലും പഠിക്കണം. അതിലാണ് അമ്പലത്തിൽ വരാൻ പറഞ്ഞത്. അതെല്ലാവരും പഠിക്കണം. വേണമെങ്കിൽ ഒരു പുസ്തകം കയ്യിൽ വെച്ച് എഴുതി പഠിക്കണം. ചില ആൾക്കാരുടെ വിചാരം കോളേജിൽ നിന്ന് അങ്ങോട്ട് പോന്നാൽ പിന്നെ ഒന്നും പഠിക്കണ്ട. അങ്ങനെയല്ല. പഠനം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ വേണം. എന്നും നമ്മളൊരു വിദ്യാർത്ഥിയായിട്ടിരിക്കണം എന്നാണ് വേദങ്ങളൊക്കെ പറയും. മരിക്കുന്നത് വരെ നമ്മൾ ആരാവണം? ഇന്ന് വൈകുന്നേരം 3 മണിക്കാൻ മരിക്കാൻ പോകണം. 3 മണി കഴിഞ്ഞില്ല. അന്ന് രാത്രി 8 മണിക്കാൻ മരിക്കണം. അത് കഴിക്കുക. ഇന്ന് രാത്രി 8 മണിക്കാൻ മരിക്കണമെന്ന് വെച്ചാൽ ഇന്നും നമ്മൾ എന്ത് ചെയ്യണം?
എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം, രണ്ടും ചെയ്യണം എന്നാണ്. നമ്മൾ പഠിക്കുകയും വേണം, ആ ആത്മവിദ്യ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും വേണം. ഇതെല്ലാ ദിവസവും എല്ലാവരും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണെന്ന് ഉപനിഷത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും എന്താ പഠിക്കാൻ? എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. ആത്മവിദ്യയിലെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, അത് നമ്മൾ മറ്റുള്ളവരെ എല്ലാ ദിവസവും പഠിപ്പിക്കുക. എല്ലാ ദിവസവും പഠിക്കുകയും വേണം, എല്ലാ ദിവസവും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സമൂഹത്തിൽ നടക്കുന്നില്ല. മാതാപിതാക്കളോട്ട് പറഞ്ഞു കൊടുക്കണമില്ല, കുട്ടികളോട്ട് പഠിക്കണമില്ല. അപ്പോൾ അവിടെ എന്ത് വരുന്നു? അവിടെ ഒരു ബ്രേക്ക് വരികയാണ്. അങ്ങനെ ബ്രേക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ ബ്രേക്കാണ് നമ്മുടെ സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വേദവിദ്യകൾ നമ്മൾ പഠിക്കുകയും വേണം, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ പഠിക്കാൻ. എന്തെല്ലാം സൗകര്യങ്ങളാണ്. ഏതായാലും വൃത്രാസുരൻ പറഞ്ഞു, എനിക്ക് ഭഗവാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനാണ് ദിദൃക്ഷ എന്ന് പറയും. ദൃഷ്ടും ഇച്ഛ ദിദൃക്ഷ. പഠിച്ചോളൂ. ദൃഷ്ടും ഇച്ഛ ദിദൃക്ഷ. ദൃഷ്ടും എന്ന് പറഞ്ഞാൽ കാണുവാൻ, ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. കാണുവാനുള്ള ആഗ്രഹത്തിനാണ് എന്ത് പറയുക? ദിദൃക്ഷ എന്ന് പറയും. ആരെ കാണാൻ? ഗുരുവായൂരപ്പനെ കാണാൻ. അപ്പം എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം, എനിക്ക് ഈശ്വരനെ കാണണം, എനിക്ക് ഈശ്വരനെ കാണണം, എനിക്ക് ഈശ്വരനെ കാണണം എന്നുള്ള അമിതമായ ഒരു അഭിനിവേശം നമ്മുടെ ഹൃദയത്തിൽ സപ്താഹകാലത്ത് ഉണ്ടാകണം. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇപ്പം 2-3 ദിവസം കേട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആരെ കാണാൻ സാധിക്കണം? ഈശ്വരനെ കാണാൻ നമുക്ക് സാധിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഈശ്വരനെ കണ്ടവരുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ ആരെ കണ്ടു? ഈശ്വരനെ കണ്ടവരുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ ഭഗവാനെ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടവരുണ്ട്. അപ്പോൾ പിന്നെ നമുക്കും കാണാം. നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ആദ്യം വേണ്ടത് നമ്മളുള്ളിൽ കാണണം എന്നുള്ള ഒരു അഭിനിവേശം ഉണ്ടാവണം. തീവ്രമായ ഒരു ആഗ്രഹം നമ്മളുള്ളിൽ ഉണ്ടാവണം. എനിക്ക് ഈശ്വരനെ ഈ ജന്മത്തിൽ തന്നെ കാണണം. അങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം പോരാ, പിന്നെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരവധി സാധനങ്ങൾ ചെയ്യണം. ആ സാധനങ്ങളൊക്കെ ചെയ്താൽ ഏത് മനുഷ്യനും അവൻ ആരാണെങ്കിലും ഈ ജന്മത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടാം. അതിനധികം സമയമൊന്നും വേണ്ട. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നമ്മളുള്ളിൽ തീവ്രമായ ഒരു അഭിനിവേശം വേണം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി. അതുള്ള ആളായിരുന്നു വൃത്രാസുരൻ. അപ്പോൾ വൃത്രാസുരൻ പറയും, എനിക്ക് ഭഗവാനെ കാണാൻ എത്രത്തോളം അഭിനിവേശമുണ്ടെന്ന് പറയാൻ. കേട്ടോളെ, ശ്രദ്ധിച്ചു കേൾക്കണം. അജാതപക്ഷ ഇവ മാതരം ഖഗാഹ. ഖഗാഹ പറഞ്ഞാൽ പക്ഷികൾ എന്നർത്ഥം. മാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ. അജാതപക്ഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷം എന്ന് പറഞ്ഞാൽ ചിറക് എന്നൊരർത്ഥം. പക്ഷം, ചിറക്. ജാതപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിറക് ഉണ്ടായത് എന്നർത്ഥം. അജാതപക്ഷം എന്ന് പറഞ്ഞാൽ ചിറക് മുളയ്ക്കാത്തത് എന്നാണ് അർത്ഥം. അപ്പം അർത്ഥം മനസ്സിലായി. അജാതപക്ഷ പറഞ്ഞാൽ ചിറക് മുളയ്ക്കാത്ത പക്ഷിയുടെ കുഞ്ഞുങ്ങൾ എന്നർത്ഥം. പക്ഷിക്കല്ല കേട്ടോ, ചിറക് മുളയ്ക്കാത്തത് കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ ഒരു പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്. ആ പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് മുളച്ചിട്ടില്ല? ചിറകുകളൊന്നും മുളച്ചിട്ടില്ല. അപ്പോൾ അവരെവിടെയായിരിക്കുന്നത്? ഈ പക്ഷി കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കാണാണ്ട കണ്ടു എന്ന് പറയുന്നത്. ചിലര് 60 വയസ്സായാലും പക്ഷി കൂടുണ്ടാക്കണം കണ്ടിട്ടുണ്ടാവില്ല. 60-70 ആയിട്ടുണ്ടാവും. ഒന്നേ വരെ പക്ഷി കൂടുണ്ടാക്കണം നോക്കിയിരുന്നത്. അത് കുറേ ദിവസം നോക്കിയിരുന്നാലേ പക്ഷി എന്തിനാ കൂടുണ്ടാക്കണം മനസ്സിലാവുള്ളൂ. പല പക്ഷികളും പലതരത്തിലാണ് കൂടുണ്ടാക്കുക. കുറേ ദിവസം നമ്മൾ നോക്കിയിരുന്നാലേ ആ പക്ഷി കൂടുണ്ടാക്കുക എന്നെങ്ങനെയാണ് മനസ്സിലാവുള്ളൂ. ഒരാൾ പെട്ടെന്ന് നമുക്ക് കാണാൻ കൂട് കണ്ടാൽ പോരാ. പക്ഷിയുടെ കൂട് കണ്ടാൽ പോരാ. എങ്ങനെയാണ് ആ പക്ഷി ഇങ്ങനെ കൂടുണ്ടാക്കുന്നത് കണ്ടുപിടിക്കണം. അത് നല്ലോണം നിരീക്ഷണമൊക്കെ വേണം. അതാ ചോദിച്ചത്, കണ്ടിട്ടുണ്ടോ? മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അത് കുറേ ദിവസം നമ്മളിങ്ങനെ പക്ഷിയുടെ പിന്നാലെ കടന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് ആ പക്ഷി കൂടുണ്ടാക്കുന്നത് കാണാം. ചില പക്ഷികളൊക്കെ മനോഹരമായ കൂടുണ്ടാക്കും അല്ലേ? എഞ്ചിനീയറിംഗ്. ആരാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് എനിക്കറിയില്ല. എന്നിട്ടത് കുറച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ എന്ത് ചെയ്യും? മുട്ടയിടും. ആ മുട്ടയ്ക്ക് ചൂട് കൊടുക്കും. അടയിരിക്കാനോ അങ്ങനെ അടയിരുന്ന് കുറച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചെറിയ കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ആ ചെറിയ കിളിക്കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാവില്ല? ചിറകുണ്ടാവില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിന് ചിറക് മുളയ്ക്കും. അങ്ങനെ ചിറക് മുളയ്ക്കാത്ത
കുഞ്ഞുങ്ങൾക്കാണ് അജാതവക്ഷാഹ എന്ന് പറയും. അപ്പൊ അവർക്ക് ഇടയ്ക്ക് അമ്മ പുറത്തെങ്ങടൊക്കെ പോകും അല്ലേ? പോയില്ലേ? അമ്മക്കിളി എങ്ങോട്ടെങ്കിലൊക്കെ പോവും. ആ അമ്മക്കിളി പുറത്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം തേടി പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ വിചാരം ഉണ്ടാവുക? അമ്മയെ കാണണം, അമ്മയെ കാണണം, അമ്മയെ കാണണം, അമ്മയെ കാണണം എന്നല്ലാതെ വേറെ യാതൊരു വിചാരം ഉണ്ടാവില്ല. എന്നാ അമ്മയോട് പോയി കാണരുതോ വിചാരം ഉണ്ടെങ്കിൽ? അത് പറ്റില്ല. എന്താ? അജാതപക്ഷങ്ങളാണ്. ചിറക് മുളച്ചിട്ടില്ല. ചിറക് മുളച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാം? പറന്നു പോയിട്ട് അമ്മയെ കാണാം. ചിറക് മുളയ്ക്കാത്തത് കൊണ്ട് കൂട്ടിലിരിക്കാനേ പറ്റുള്ളൂ. അമ്മ അങ്ങോട്ട് പറന്നു തരണം. അമ്മ എപ്പോഴാ വരാന്ന് വിചാരിച്ച് അമ്മയെ കാണാൻ വേണ്ടി കൊതിക്കുന്ന ആ പക്ഷി കുഞ്ഞുങ്ങളുടെ ഭാവം ആർക്കുണ്ടാവണം? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ അമ്മക്കിളിയല്ല ആരാ പറന്നു വരേണ്ടത്? ഗുരുവായൂരപ്പനാണ് എന്നർത്ഥം. ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്തേക്ക് പറന്നു വരണ്ടേ? എത്ര ദിവസമായി അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതെല്ലാം അമ്പലത്തിൽ പോയി, ചൊട്ടാനിക്കരെ പോയി. ആരോ പറഞ്ഞു ശബരിമലയ്ക്ക് പോയതാ നല്ലതാന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി കെട്ടും കെട്ടി ശബരിമലയ്ക്ക്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. സ്വാമി അയ്യപ്പോ ഉന്തി വിടയ്യ തല്ലി വിടയ്യ തല്ലി വിടയ്യ ഉന്തി വിട. എന്ത് പറഞ്ഞാൽ എൻ്റെ വിപരീതാണ്. കണ്ടില്ലേ നിങ്ങൾ? ആ ഭഗവാനെ. അപ്പൊ എൻ്റെ വിപരീതം ഭഗവതിയെ കണ്ടിട്ടില്ലേ? കെട്ടുന്നറ കണ്ടിട്ടില്ലേ? ആ എന്ത് പറഞ്ഞാൽ എൻ്റെ വിപരീതമായി പറയും. അങ്ങനെയാ പറയാം. അങ്ങനെയാണ് കെട്ടുന്നറ. എന്ത് രസമാണ് അത് കേൾക്കാനല്ലേ? ഭഗവാനെ എന്ന് പറഞ്ഞാൽ മറ്റവരെന്താ പറയുക? ഭഗവതി. എന്നൊക്കെ ഭക്തങ്ങൾ ഭഗവതിയെ എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഭഗവാനെ എന്ന് പറയും. എന്ത് പറഞ്ഞാൽ എൻ്റെ വിപരീതമായി പറയും. ആ അതാണ്. നല്ല രസമാണ് അല്ലേ? അങ്ങനെ പറഞ്ഞ് 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 കെട്ടൊക്കെ നിറച്ച് ഇവിടുന്ന് നേരെ തേങ്ങയൊക്കെ പൊട്ടിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് യാത്രയൊക്കെ ചെയ്ത് ഇവിടെ വരെ പോയി. ശബരിമല വരെ പോയില്ലേ? ആ അങ്ങനെ ശബരിമലയിൽ പോയി. പോണ വഴിക്ക് എല്ലാ അമ്പലത്തിലും പോയി. വരുമ്പോഴും പല അമ്പലത്തിലും പോയി. എവിടെയൊക്കെ പോയി നമ്മളല്ലേ? ബദരിയിലൊക്കെ പോയി, കന്യാകുമാരിയിൽ പോയി. ഇനി പോവാൻ അമ്പലമൊന്നുമില്ല. ആശ്രമങ്ങളിലൊക്കെ പോയി. എന്നിട്ട് ഈശ്വരനെ കണ്ടു. ഈശ്വരനെ കണ്ടു എന്നാണ്. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ പോയില്ലേ? എന്നിട്ട് ഈശ്വരനെ കണ്ടു. അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവണം? ആ കുഞ്ഞുങ്ങളുടെ ഭാവം ഉണ്ടാവണം അല്ലേ? ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളുടെ ഭാവം ഉണ്ടാവണം. അവിടെ പറന്നു വരേണ്ടത് ആരാണ്? ഭഗവാനാണ് എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ പറന്നു വരണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിറക് മുളയ്ക്കണം. എന്ത് ചിറക് മുളയ്ക്കണം? ഭഗവാനെ ശരിക്കും കാണണമെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവുമാകുന്ന രണ്ട് ചിറകുകൾ മുളയ്ക്കണം. അത് നമ്മോട്ട് മുളച്ചിട്ടുമില്ല. ജ്ഞാനുണ്ടാവണ്ടേ? എന്നാൾ ആരോ ചോദിച്ചു, വൈരാഗ്യം നല്ലതാണോ തിരുമേനി? വലിയ മിനിയാന്നാക്കാരോ ചോദിച്ചതാണ്. അയ്യോ, വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ലല്ലോ. വൈരാഗ്യം ഉണ്ടാവണം. വൈരാഗ്യം നല്ല ഗുണമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ വൈരാഗ്യമല്ല. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒരുതരം എന്താ പറയുക, ശത്രുതയാണല്ലേ. അവനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവൻ ശത്രുവായിരുന്നു എന്നല്ലേ നിങ്ങളൊക്കെ മനസ്സിലാക്കിയത്? അതിനങ്ങനെ അർത്ഥമൊന്നുമില്ല. ആ വാക്കിനങ്ങനെ അർത്ഥമില്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത്തിൻ്റെ ഭാവമാണ്. വിരാഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം തന്നെ എത്രയോ എത്രയോ നിസ്സാരമാണ് എന്നുള്ള തോന്നലിനാണ് വൈരാഗ്യം എന്ന് പറയുക. ലോകത്തിലുള്ള നിസ്സാരമാണെന്ന് തോന്നിയാലേ നമുക്ക് ആരെ ഭജിക്കാൻ തോന്നുള്ളൂ? ഭഗവാനെ ഭജിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ വൈരാഗ്യം നല്ലതാണ്. അപ്പൊ നമുക്ക് രണ്ട് ചിറക് മുളയ്ക്കണം. ജ്ഞാനവും വൈരാഗ്യവുമാകുന്ന രണ്ട് ചിറക് മുളച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വൃത്രാസുരൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു, കേട്ടോളൂ. സ്തന്യം യഥാ വത്സതരാഹ ക്ഷുധാർത്താഹ. ക്ഷുധാർത്താഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷുധ പറഞ്ഞാൽ വിശപ്പാണ്. വിശന്നിട്ട് തന്നെ പൊരിയാണ്. ആര്? വത്സതരാഹ. വത്സതരാഹ പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾ, പശുക്കുട്ടികൾ. പശുക്കുട്ടി ഇങ്ങനെ വിശന്നിങ്ങനെ നിലവിളിക്കുകയാണ്. വിശന്നിട്ട് വരിക. അപ്പോൾ പശുക്കുട്ടിക്ക് എന്താ വേണ്ടത്? സ്തന്യം. സ്തന്യം എന്ന് പറഞ്ഞാൽ എന്താ? തള്ളപ്പശു ഉണ്ട്. ആ തള്ളപ്പശുവിൻ്റെ അകിട്ടിൽ പോയിട്ട് ഈ പശുക്കുട്ടിക്ക് എന്ത് കുടിക്കണം? ഇഷ്ടം പോലെ പാല് കുടിക്കണം. പശുക്കുട്ടിയെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. വീട്ടുടമസ്ഥനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പശുക്കുട്ടി പാലൊന്നും കുടിച്ചു കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടുടമസ്ഥൻ എന്ത് ചെയ്തു? പശുക്കുട്ടിയെ ഒരു ഭാഗത്ത് പിടിച്ച കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനാണെങ്കിൽ ക്ഷുധാർത്താഹ,
വയ്യ, അതങ്ങനെ ഒച്ചയുണ്ടാക്കേണ്ട. വീട്ടിലെ പശുള്ളൊക്കെ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ആ ചെറിയ പശുക്കുട്ടി ഇങ്ങനെ ചെറിയ ശബ്ദത്തിന് ഇങ്ങനെ ബേ ബേന്ന് പറഞ്ഞ് കരയും. അതിന് എന്താ വേണ്ടത്? അതിന് വേറൊന്നും വേണ്ട. അതിന് സ്തന്യൻ, അതിന് ആ അമ്മയുടെ അകത്ത് പോയിട്ട് പാല് കുടിച്ചാണ്. ആ പശുക്കുട്ടിയുടെ ആ മനസ്സിങ്ങനെ അമ്മയുടെ അകത്തിൽ പോയി പാല് കുടിക്കണം എന്ന് തന്നെ അത് എന്തൊരു അഭിനിവേശമായിരിക്കും അല്ലേ? അതേപോലത്തെ ഒരു അഭിനിവേശം നമുക്ക് ആരെ കാണാനുണ്ടായിരിക്കണം? ഗുരുവായൂരപ്പനെ കാണാനുണ്ടായിരിക്കണം. അത് പണ്ടായോ? അതാണ് ചോദ്യം. നിങ്ങളോട് ആ ചോദ്യം. ഒന്നുകിൽ കൂട്ടിലിരിക്കുന്ന കിളികളെ പോലെ അമ്മയെ കാണാനുള്ള ഒരഭിനിവേശം ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ പശുക്കുട്ടിയെ പോലെ ആ തള്ളപ്പശുവിൻ്റെ അകത്തിൽ പോയിട്ട് പാല് കുടിക്കാനുള്ളൊരു ചിന്തയുണ്ടല്ലേ? അത്രയും ഗാഠമായിട്ട് നിങ്ങൾ ഭഗവാനെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ രണ്ട് ഉപമകളും മതിയായിട്ടില്ലെങ്കിൽ മൂന്നാമതൊരു ഉപമ പറഞ്ഞു തരാം, കേട്ടോളൂ. പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ. പ്രിയം പ്രിയ ഇവ. എന്താ അർത്ഥം? പ്രിയ എന്ന് പറഞ്ഞാൽ പ്രിയ, പ്രിയൻ പറഞ്ഞാൽ ഭർത്താവ്. ഒരു ഭർത്താവ് കൊണ്ട് ഒരു ഭാര്യയുണ്ട്. നല്ല ഭർത്താവാണ്, നല്ല ഭാര്യയാണ്. ആ ഭാര്യ തൻ്റെ ഭർത്താവിനല്ലാതെ വേറെ ആരെയും സ്വപ്നത്തിൽ പോലും കാണാറില്ല. അങ്ങനത്തെ ഭാര്യയാണ്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? അല്ല തിരിഞ്ഞ് അമ്മാരി ഭാര്യമാരൊക്കെ ഉണ്ടോ ഉണ്ടാവും ചെല്ല ആലോചിക്കണത്. അങ്ങനെയുള്ള ഭാര്യമാരുണ്ട്. അവർ സ്വപ്നത്തിൽ പോലും തൻ്റെ ഭർത്താവിനല്ലാതെ മറ്റൊരാളെ പറ്റി ചിന്തിക്കില്ല. അതിന് പാതിപ്രത്യം എന്നാണ് പറയുക. എന്താ ഇതിൻ്റെ പേര്? കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു സാധനം, അങ്ങനൊരു സാധനം ഉണ്ട്, പാതിപ്രത്യം എന്നാ പറയും. അപ്പം അങ്ങനെ ആ സ്ത്രീയാണ് പതിവ്രത എന്ന് പറയും. അങ്ങനെ പതിവ്രതയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്തോ ജോലി അന്വേഷിച്ച് നാടൊക്കെ വിട്ട് കുറേ ദൂരത്തേക്ക് പോയതാണ്. കുറേ കാലം മുമ്പാണ്. അന്ന് എന്തില്ല? മൊബൈൽ ഫോണൊന്നുമില്ല. പകവ് എഴുതിയ കാലത്ത് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ. ഭർത്താവ് എന്തോ ജോലിയുടെ ആവശ്യത്തിൽ കുറേ ദൂരത്തേക്ക് നാടൊക്കെ വിട്ട് പോയി. തമ്മിൽ വിവരങ്ങൾ അറിയാൻ യാതൊരു മാർഗവും ഇല്ല. അപ്പോൾ പതിവ്രതയായ ആ സ്ത്രീയുടെ മനസ്സ് ആരെ കാണാനാ കൊതിക്കുക? ഭർത്താവിനെ കാണാനാ കൊതിക്കുക. അപ്പൊ അവരുടെ മനസ്സിങ്ങനെ ഈശ്വര ഈശ്വര ഒന്ന് കണ്ടാ മതിയായിരുന്നു. എത്ര കാലമായി പോയിട്ടല്ലേ, യാതൊരു വിവരവും ഇല്ല. ഞാനതാ പറഞ്ഞ മൊബൈൽ ഫോണൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭർത്താവ് ഏത് ഓസ്ട്രേലിയയിലാണെങ്കിലും വീട്ടിൽ മൊബൈൽ എടുക്കുക, എന്നിട്ട് ഒന്ന് രണ്ട് അമർത്തുമ്പോഴേക്ക് നമ്മുടെ മുമ്പിലുള്ള മൊബൈല് ഭർത്താവിൻ്റെ മുഖം. നിങ്ങൾ എന്തിട്ടാ കാണിക്കണത്? എനിക്ക് കണ്ടാ ഇവിടെ ഞാൻ കഞ്ഞി വിളിക്കുകയെന്ന്. എന്താ കഞ്ഞിയാ വിളിക്കണത്? അതെന്ത് കഞ്ഞി? എന്താണല്ലോ വയറിന് സുഖമില്ല. കോഴിക്കോട്ട് വീട്ടിൽ നിന്നിട്ട് ഓസ്ട്രേലിയയിൽ ഭർത്താവിനെയും കണ്ടിങ്ങനെ ഇരിക്കുക. കണ്ടിട്ടില്ലേ? കാണാം. പക്ഷെ അങ്ങനെ പണ്ട് സൗകര്യമില്ല. അപ്പോൾ ഭർത്താവിനെ കാണാതെ പതിവ്രതയായ സ്ത്രീ നാട്ടിലിരുന്ന് ഇങ്ങനെ ഭർത്താവിനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതേപോലെ നമ്മളുടെ മനസ്സ് ആരെ കാണാൻ കൊതിക്കണം? ഗുരുവായൂരപ്പനെ കാണാൻ കൊതിക്കും. 3 ഉപമകൾ പറഞ്ഞു അല്ലേ? പശുക്കുട്ടിയുടെ ഉപമ പറഞ്ഞു, അതുപോലെ കുഞ്ഞു കിളികളുടെ ഉപമ പറഞ്ഞു, ഒരു പതിവ്രതയായ സ്ത്രീയുടെ ഉപമ പറഞ്ഞു. ഈ 3 പേരുടെ ഭാവങ്ങളും ഒരു ഭക്തന് ഒന്നിച്ചുണ്ടാവണം. പറഞ്ഞാൽ മനസ്സിലായോ? ഈ 3 ഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായാലേ നമുക്ക് ആരെ കാണാൻ പറ്റുള്ളൂ? ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ അമ്പലത്തിൽ വന്നു കുറെ പുഷ്പാഞ്ജലി കഴിച്ചു, കുറെ പ്രദക്ഷിണം വെച്ചു, കുറെ ദൈവളക്ക് വെച്ചു, അതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈശ്വരനെ കാണാൻ പറ്റില്ല. ഈശ്വരനെ കാണണമെങ്കിൽ നമുക്ക് അത്രയും തീവ്രമായ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പന്തലൊക്കെ കെട്ടി ഇത്രയേറെ ധനം ചെലവഴിച്ച് ഇവിടെയുള്ള ക്ഷേത്രത്തെ ഭാരവാഹികൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് സപ്താഹം നടത്താൻ തീരുമാനിച്ചത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ഉള്ളിൽ മെല്ലെ 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 ഉണ്ടാവും. സപ്താഹം കേട്ട് ഭാഗവതം കേട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ എനിക്ക് എന്തായാലും സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ വൃത്രാസുരനുണ്ടായി. അപ്പം ആരാണ് ഈ വൃത്രാസുരൻ? തിരുമേനി കുറെ നേരമായില്ലേ വൃത്രാസുരൻ എന്ന് പറഞ്ഞ ആരാ? അദ്ദേഹം ഉണ്ടായത് തീയിൽ നിന്നാണ്. ഈ വൃത്രാസുരൻ്റെ അച്ഛൻ വലിയൊരു ഹോമം ചെയ്യും. ഹോമം അങ്ങനെ നടക്കുകയാണ്. ഗംഭീരമായ ഹോമം നടക്കുമ്പോൾ ഹോമത്തിന്റെ അഗ്നിയിൽ നിന്നാണ് ആരുണ്ടായത്? വൃത്രാസുരൻ ഉണ്ടായത്. ആ ഹോമം കഴിച്ചയാളുടെ പേര് ത്വഷ്ടാവ് എന്നാണ്.
അപ്പൊ തൊഷ്ടാവിന്റെ ഹോമാഗ്നിയിൽ നിന്നാണ് ആരുണ്ടായത്? വൃത്രാസുരൻ ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഹോമം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെ ഉണ്ടാക്കിയത്? അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പേരായിരുന്നു വിശ്വരൂപൻ. ആ വിശ്വരൂപനെ ഒരിക്കൽ ദേവന്മാര് കഥ കേട്ടു. ദേവന്മാര് അവരുടെ ഗുരുവായിട്ട് വാഴിച്ചു. അങ്ങനെ ദേവന്മാര് അവരുടെ ഗുരുവായിട്ട് ആരെ കൊണ്ടുപോയി? ഇദ്ദേഹത്തിന്റെ മകനായ വിശ്വരൂപനെ കൊണ്ടുപോയി. വിശ്വരൂപൻ പെടുക്കാനാണ്, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് 3 തലയുണ്ട്. നമ്മളാതിരിയല്ല, വിശ്വരൂപന് 3 തലയാണ്. സോമപീഠം, ശിലാപീഠം, അന്നാദ വിധി സുഷമ. സോമരസം കഴിക്കാൻ ഒരു തല, അന്നരസം കഴിക്കാൻ ഒരു തല, പിന്നെ സുര കഴിക്കാൻ ഒരു തല. അങ്ങനെ 3 തലകളാണ് ആർക്ക്? ഈ വിശ്വരൂപൻ. നല്ല അറിവുള്ള ആളാണ്. ദേവന്മാരുടെ ഗുരുവായിട്ട് ദേവന്മാർ ഇദ്ദേഹത്തെയാണ് വാഴിച്ചത്. അപ്പൊ ശരിക്കും ദേവന്മാരുടെ ഗുരു ആരാ? ബൃഹസ്പതിയാണ് അല്ലേ? അപ്പൊ ദേവന്മാരുടെ ഗുരു ബൃഹസ്പതിയാണ്. ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി ഒരു ദിവസം എന്തോ അനിഷ്ടം പ്രവർത്തിച്ചപ്പോ ദേവേന്ദ്രൻ എന്തോ ഒരു അനിഷ്ടം പ്രവർത്തിച്ചു. അപ്പൊ ദേവേന്ദ്രൻ അനിഷ്ടം പ്രവർത്തിച്ചപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, ഞാൻ ഇരിക്കലില്ല. അങ്ങനെ ബൃഹസ്പതി സ്വർഗലോകത്ത് നമ്മോട് പോയി. അങ്ങനെയാണ് ബൃഹസ്പതി ഇല്ലാണ്ടായത്. അപ്പൊ ഗുരു ഇല്ലാതെയായ സമയത്താണ് ദേവന്മാര് ഈ വിശ്വരൂപനെ അവരുടെ പുതിയ ഗുരുവായിട്ട് സ്വീകരിച്ചത്. ആ വിശ്വരൂപന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ വിശ്വരൂപനാണ് നാരായണ കവചം എന്ന് പറയുന്ന ഒരു മന്ത്രം ഈ ദേവേന്ദ്രന് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ ദേവേന്ദ്രൻ വിശ്വരൂപനിൽ നിന്ന് നാരായണ കവചം എന്ന മന്ത്രം നല്ലതുപോലെ പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമ്പത്തുണ്ടായി, എല്ലാ യുദ്ധങ്ങളിലും ജയിക്കാൻ പറ്റി. ഒരുപാട് ഗുണങ്ങളുണ്ടായി ദേവേന്ദ്രന്. എന്തുകൊണ്ട്? ഈ നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം കൊണ്ട്. ആ മന്ത്രം ആരാ പറഞ്ഞു കൊടുത്തത്? ഈ 3 തലയുള്ള വിശ്വരൂപനാണ് പറഞ്ഞു കൊടുത്തത്. ഉച്ചയ്ക്ക് മുമ്പാണല്ലോ നമ്മൾ നാരായണ കവചം വായിച്ചതല്ലേ? പിന്നെ നിങ്ങളൊക്കെ പാടങ്ങനെ വിശന്നിരിക്കുകയാണ്. ആ സമയത്ത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിശന്നിരിക്കുമ്പോഴാണല്ലോ നേരത്തെ നാരായണ കവചത്തിനെ പറ്റി പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി. ഭാഗവതത്തിലെ ഗംഭീരമായ ഒരു ഭാഗമാണ് നാരായണ കവചം. എത്രയോ 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 ഭക്തന്മാര് അത് ദിവസേന പാരായണം ചെയ്യാറുണ്ട്. നാരായണ കവചം നമ്മൾ ദിവസേന പാരായണം ചെയ്താൽ ഭഗവാൻ നമ്മളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടേയിരിക്കും. മുന്നിലും പിന്നിലും ഇടത്തും വലത്തും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യും? നമ്മൾ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. നാരായണ കവചം ആരാണോ ജപിക്കുന്നത് അവരെ. മാത്രമല്ല അവരുടെ എല്ലിനൊക്കെ നല്ല ശക്തി ഉണ്ടാവുന്നതാണ് പറയും. നിങ്ങളുടെ എല്ലിനൊക്കെ നല്ല ശക്തി ഉണ്ടാവും. എന്താണ് ഉണ്ടാക്കൂ? നിങ്ങളോടാണ് ചോദ്യം. എല്ലിന് നല്ല മിടുക്ക് എന്ന് പറയും. നമ്മുടെ എല്ലിന് എന്ത് വേണം? നല്ല മിടുക്ക് വേണം. ഇപ്പം ഉണ്ടോ? എന്ത് എല്ലുമിടുക്കുണ്ടോ? എവിടെയുണ്ട്? എല്ലുമിടുക്കും ഇല്ല, പല്ലുമിടുക്കും ഒരു സാധനമില്ല. വയ്യാണ്ട കളിയിരിക്കുക. മിക്കവാറും ആൾക്കാരെ മുഖങ്ങൾ ഉണ്ടാക്കുന്ന വയ്യ, തിരുമേനി ഒന്നും വയ്യ, ചൊത്താ മതി തോന്നാറ്. അങ്ങനെ ഇരിക്കുക നിങ്ങൾ അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം എനിക്ക് കാണാൻ വയ്ക്കാം. എല്ലുമെടുത്തില്ല എന്നിട്ടാ. അപ്പൊ നമ്മുടെ എല്ലിന് എന്ത് വേണം? നല്ല ശക്തി വേണ്ടേ? നമ്മുടെ ശരീരം നല്ല ഉരുക്ക് പോലത്തെ ശരീരം വേണ്ടേ? ഉരുക്ക് കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടത്? ഉരുക്ക് കാണണ്ടേ? ഉരുക്ക് പോലത്തെ ശരീരം. ഉരുക്ക് കണ്ടിട്ട് ഉരുക്ക് കണ്ടെന്ന് പറയും പോയിട്ടുണ്ടോ? ഉരുക്ക് നെയ്യുരുക്കല്ല, നെയ്യുരുക്കല്ല ഉരുക്ക് പറഞ്ഞാൽ. ഉരുക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിനെന്തൊരു ശക്തിയല്ലേ? നല്ല ശക്തിയാണ്. അപ്പൊ നമ്മളുടെ ശരീരത്തിന് എത്ര ശക്തി വേണം? എത്ര ശക്തി വേണം? ഉരുക്ക് പോലത്തെ ശക്തി വേണം. നമ്മുടെ നാട്ടിൽ പണ്ടൊരാളുണ്ടായിരുന്നു. അയാളെ ആൾക്കാരൊക്കെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് വിളിച്ചത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? അങ്ങനെ ഒരാളുടെ ഭാരതത്തിലാണ്. അദ്ദേഹത്തെ എല്ലാവരും എന്താ വിളിച്ചത്? ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നല്ല, ഭാരതത്തിലെ ഉരുക്കു മനുഷ്യൻ. എന്താണ് വ്യത്യാസം? മനസ്സിലായില്ല? ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യ ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞില്ല. ഭാരതത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട ഒരാളുടെ ഉരുക്ക് പോലെ ആയിരിക്കണം നമ്മുടെ ശരീരം അല്ലേ? 10 ആളൊക്കെ തല്ലാൻ വന്നാൽ എന്ത് ചെയ്യണം? എല്ലാം കൊണ്ടിരിക്കുക. 10 ആൾക്കാരൊക്കെ തല്ലാൻ വന്ന 10 എണ്ണത്തിന് താഴെ തറ പറ്റിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയശ്രീലാളിതരായിട്ട് നടന്നു പോകണം അല്ലേ? അമ്പലമൊക്കെ വല്ലവരും പൊളിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? നോക്കിയിരിക്കുക. കണ്ടുപിടി ആരൊക്കെയോ അമ്പലം പൊളിക്കാൻ വന്നു, നമ്മളൊക്കെ നോക്കിയിരുന്നു. ഒന്ന് അങ്ങനെ പൊളിച്ചോ കേട്ടോ, ഞങ്ങൾ പോട്ടെ.
ഇവിടെ ആരൊക്കെയോ ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ തല്ലി പൊളിക്കാൻ വന്നപ്പോ ഇവിടെയുള്ള അന്നത്തെ അന്നങ്ങൾ അമ്പലം അന്തങ്ങൾ ഒളിച്ചോളി എങ്ങനെ പോകുക ഇവരൊക്കെ ഓടിപ്പോയി, പേടിച്ചിട്ട് ഓടിപ്പോയി. അങ്ങനെ പോരാ. അപ്പൊ നമുക്ക് എങ്ങനത്തെ ശരീരം വേണം? എങ്ങനത്തെ വേണം? ആണായാലും പെണ്ണായാലും നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണം? നല്ല കരുത്ത് വേണം. അതിന് നാരായണ ഗൗജം ദിവസേന ജനിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ നാരായണ ഗൗജം ദിവസേന നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തുണ്ടാവും? അപാരമായ ശക്തിയും കരുത്തും ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല ഊർജ്ജസ്വലതയുണ്ടാവും. അപ്പൊ ഈ ഉറക്കം തോന്നുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പൊതുകെട്ടിലൊക്കെ അങ്ങനെ ഉറക്കം തോന്നി എന്നെ കൊണ്ടൊന്നും വയ്യേ അത് പിടിച്ചോളി എന്നും പറഞ്ഞ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക നമ്മുടെ നാട്ടുകാർ മുഴുവനെ. ഞാൻ നോക്കി അധികം ആൾക്കാർ ഇങ്ങനെ ഉറക്കം തോന്നി വയ്യേ എന്നും പറഞ്ഞിരിക്കുക. മിക്കവാറും സമയം കയ്യിൽ കാലിൻ്റെ മുട്ടിൻ്റെ വെള്ളം. അത് എന്താന്നല്ല വേദനയായിട്ട് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ പല്ല് വേദന. ഒരുവിധ ആൾക്കാർക്കൊക്കെ പല്ല് വേദന. ഞാൻ നാളൊരു ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാനൊരിക്കൽ ഒരു ഡെന്റിസ്റ്റിൽ പോയി കണ്ടു. എൻ്റെ പല്ലിന് കുഴപ്പമുണ്ടായിട്ടല്ല. അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നാളെ പോയപ്പോൾ അവിടെ ഉണ്ട് നിറയെ ആൾക്കാർ ഇങ്ങനെ വലിയായിട്ടിരിക്കുക. അപ്പൊ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ബുക്ക് ചെയ്തോളാം. എനിക്ക് ബുക്കും വേണ്ട പുസ്തകവും വേണ്ട, ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വന്നതാണ്. അയാൾ അന്തം വിട്ട് നോക്കിയത് അയാൾക്കറിയില്ലല്ലോ ഞാൻ കണ്ടമംഗല പരമേശ്വരൻ നമ്പൂരിയാണെന്നോ. ഞാനവിടെ നോക്കിയപ്പോൾ ആൾക്കാരോ ഒക്കെ അങ്ങനെ വലിയായിട്ടിരിക്കുകയാണ്. ഡെന്റിസ്റ്റാണ്. എല്ലാവർക്കും എവിടെയാ സൂക്കേട്? പല്ലിന്. ഞാൻ ശരിക്കും എൻ്റെ ഗുരുവായൂരപ്പ ഇത്രയും ആൾക്കാർക്ക് പല്ലിന് സൂക്കേടോ? അത് കഴിഞ്ഞ് ഞാനത് കുറച്ചുകൂടി അറിയാൻ വേണ്ടി ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഞാൻ ബസ്സിന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. എവിടേക്കാണ് ഡെന്റിസ്റ്റ് ഉള്ളതെന്ന് അറിയാൻ. ഞാനൊരു പുലിയാണല്ലോ. എന്നിട്ട് 4 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ പുലിയല്ല. കാരണം അതിലൊന്നല്ല. അങ്ങനെ ഞാൻ 25 കിലോമീറ്റർ അങ്ങോട്ടും ബസ്സിന് പോയി, പിന്നെ 25 കിലോമീറ്റർ ഇങ്ങോട്ടും ബസ്സിന് പോയി. എന്തിനാണ്? എത്ര ഡെന്റിസ്റ്റ് ഉണ്ട് ആ 25 കിലോമീറ്ററിൻ്റെ ഇടയ്ക്കെന്ന് അറിയാനാണ്. കണ്ടുപിടിച്ചു. ഈ 25 കിലോമീറ്ററിൻ്റെ ഇടയിൽ 17 ഡെന്റിസ്റ്റുകളുടെ ബോർഡ് കണ്ടില്ല. 17 ഡെന്റിസ്റ്റുകൾ. എല്ലാവരുടെ അടുത്തും ആൾക്കാരാണ്. എന്താ അവർക്ക് സൂക്കേട്? പല്ലിന് സൂക്കേട്. എന്തോ ഒരു കഷ്ടം നമ്മുടെ നാടിൻ്റെ കാര്യം ആലോചിച്ചു പോലെ. കഷ്ടാണ് കാര്യം. എത്രയാ ദന്തവൈദ്യന്മാര്. പണ്ടാരോ ചോദിച്ചു ഇതെന്താ ആസ്പത്രിയാണ് ചോദിച്ചു. അപ്പൊ മറ്റയാൾ പറഞ്ഞു ദന്താസ്പത്രിയാണ്. ഞാൻ ചോദിച്ചെന്ന് എനിക്ക് പറയല്ലേ. മനസ്സിലായില്ല? ഒരാൾ ചോദിച്ചു ഇതെന്താ ആസ്പത്രിയാണ്. അപ്പൊ മറ്റയാൾ പറഞ്ഞു ഇതെന്താസ്പത്രിയാണ്. മനസ്സിലായില്ല? ഇപ്പോഴും മനസ്സിലായില്ല? 2 പ്രാവശ്യം ഇതെന്താ ആസ്പത്രിയാ? ആസ്പത്രിയാന്ന് മനസ്സിലായി. ദന്താസ്പത്രിയാ. അയാൾ പറഞ്ഞു ദന്താസ്പത്രിയാ. ദന്തം പറഞ്ഞാൽ പല്ല. ദന്താസ്പത്രി പറഞ്ഞാൽ പല്ലിന്റെ ആസ്പത്രിയാ. ഇപ്പൊ അതില് കുറെ പുതിയ പരിപാടിയുണ്ട്. പല്ലിന്റെ മുകളിൽ ക്ലിപ്പിട്ടതൊക്കെ പഴയ പരിപാടിയൊക്കെ പുതിയ പല എന്നോട് ചോദിച്ചാൽ ഞാനൊക്കെ പറഞ്ഞുതരാം. റൂട്ട് കനാല്. ഞാനാകെ സൂയസ് കനാലേ കേട്ടുള്ളൂ. ഞാൻ ആകെ കേട്ടൊരു കനാലിന്റെ പേരേതാ? സൂയസ് കനാല്. പിന്നെ കോഴിക്കോട്ടൊരു കനാലുണ്ട്. കോഴിക്കോട്ട് അങ്ങാണ്ട് തെക്കാറാകുമ്പോൾ അവിടെ ഒരു കനാലുണ്ട്. അങ്ങനെ കുറച്ച് കനാല് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പല്ല് ഡോക്ടർമാരൊക്കെ ഒരു പുതിയൊരു കനാല് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണെന്ത്? റൂട്ട് കനാല്. ചെയ്യിക്കരുതേ. അയ്യോ, നിങ്ങളെ പല്ലും പോവും, നിങ്ങളെ ഈശയും പോവും. ഈശയിലുള്ള പൈസ മുഴുവൻ പോവും, നിങ്ങളെ പല്ലും കേടായി പോവും. ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ കാര്യമല്ലേ. ഇപ്പം ഞാൻ എന്തിനൊക്കെ എന്തിനപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞത്? നമ്മളുടെ ശരീരത്തിന് എന്തുണ്ടാവണം? നല്ല മിടുക്കുണ്ടാവണം. നമ്മുടെ പല്ലിനും നമ്മുടെ എല്ലിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല മിടുക്കുണ്ടാവാൻ നാം ആധ്യാത്മികമായിരിക്കുന്ന സാധനങ്ങൾ ചെയ്താൽ മതി. പോരെ? ആധ്യാത്മികമായ സാധനകൾ ചെയ്താൽ നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാവും? നല്ല മിടുക്കുണ്ടാവും. നാരായണ കവചം ജപിച്ചാൽ നമ്മുടെ എല്ലിനൊക്കെ നല്ല ശക്തി ഉണ്ടാവും.
പണ്ടൊരാൾ അദ്ദേഹത്തിന് കഥ പറയുന്നുണ്ട്. പണ്ടൊരാളിങ്ങനെ നാരായണ കവചമൊക്കെ ജപിച്ച ആളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹമൊക്കെ അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഒരാൾ വിമാനത്തിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു ഗന്ധർവൻ. ആ ഗന്ധർവൻ വിമാനത്തിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് വിമാനമായിട്ട് തലപൊത്തി താഴത്തേക്ക് വീണു. ഇത് ഭാഗവതത്തിലുള്ള കഥയാണ്. വിമാനമായിട്ട് താഴത്ത് വീണെന്തോ അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നും പറ്റിയില്ല. ആർക്ക്? ഈ യാത്ര ചെയ്യുന്ന ആൾക്ക്. ഇതൊരു ഗന്ധർവനായി. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, എന്താ ഇപ്പൊ വിമാനാപകടം ഉണ്ടാകാൻ കാരണം? അദ്ദേഹം എത്ര ആലോചിച്ചിട്ടും വിമാനാപകടം ഉണ്ടാകാൻ എന്താ കാരണം എന്ന് മനസ്സിലായി. ഇതൊരു കാരണം ഉണ്ടാവില്ല, കാരണം വെറുതെ വിമാനം അപകടത്തിൽപ്പെടും. അദ്ദേഹം അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറേ ആൾക്കാരുണ്ട് എന്താണ് നടന്നു വരുന്ന അടുത്തേക്ക്. ചെറിയ 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 ആൾക്കാർ, വളരെ ചെറിയ ആൾക്കാർ, തള്ളവിരലിന്റെ അത്രയും വലിപ്പമുള്ള കുറേ ആൾക്കാരുണ്ട് നടന്നു വരും. എത്ര വലിപ്പമുണ്ട്? തള്ളവിരലിന്റെ അത്രയും വലിപ്പമുള്ള കുറേ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്നു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. ഏതായാലും അടുത്ത് വന്നപ്പോൾ മനസ്സിലായി അവരൊക്കെ മഹർഷിമാരാണ്. 60,000 മഹർഷിമാരുണ്ട്. എത്രയുണ്ട്? 60,000 മഹർഷിമാർ. ഇവരെപ്പോഴും ഒപ്പഴേ നടക്കുള്ളൂ, എപ്പോഴും ഒന്നിച്ചേ നടക്കുള്ളൂ. ഇവരുടെ പേര് വാലഖില്യന്മാർ എന്നാണ് പേര് മറന്നു വരുന്നത്. എന്താ പേര്? വാലഖില്യന്മാർ എന്നാണ് ഇവരുടെ പേര്. 60,000 മഹർഷിമാരാണ്. ആ മഹർഷിമാരോട് ഇദ്ദേഹം ചോദിച്ചു, ഞാൻ എൻ്റെ വിമാനം ഇവിടെ അപകടത്തിൽപ്പെട്ടു, എന്താ കാരണം? അപ്പൊ അവര് പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് മനസ്സിലായി. അവരെവിടുന്നോ നടന്നു വരികയാണ്. അപ്പൊ അവര് പറഞ്ഞു, കാരണം മനസ്സിലായി. ഇത്ര പേരോ? അതാ കണ്ടപ്പോഴേക്ക്. അതാണ് ചില ആൾക്കാർക്ക് കാണുമ്പോഴേക്ക് മനസ്സിലാവും. ചില ആൾക്കാർക്ക് ഓരോന്ന് കാണുമ്പോഴേക്ക് എല്ലാം മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരെ ഈ അമ്പലത്തിൽ കൊണ്ടുവരണം. ചില വിവരമുള്ള ആൾക്കാരെ ഈ അമ്പലത്തിൽ കൊണ്ടുവന്നാൽ കാണുമ്പോഴേക്കും അവർക്ക് ഈ അമ്പലത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ടാവും. നമ്മൾ എത്ര നേരെ ഈ അമ്പലത്തിൽ ഇരിക്കും എല്ലാം മനസ്സിലായി. അതാണ് ഈ എക്സ്പെർട്ടും എക്സ്പെർട്ടും അല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം. ഇവര് നല്ല വിവരമുള്ളവരാണ്. അപ്പൊ ആ നല്ല അറിവുള്ള മഹർഷിമാരെ പറഞ്ഞു, ഇവിടെ മണ്ണ് കുഴിക്കാൻ പറഞ്ഞു. ആരോട്? ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ മണ്ണ് കുഴിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം മണ്ണിങ്ങനെ കുഴിച്ചു എടുത്ത സമയത്ത് അതിൻ്റെ അടിയിൽ കുറെ എല്ല് കിട്ടി. എല്ല് കിട്ടിയ സമയത്ത് ഈ മഹർഷിമാര് പറഞ്ഞു, ഈ മണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്ന ഈ എല്ലുകളാണ് എന്തിന് കാരണം? അങ്ങയുടെ വിമാനം തലകുത്തി താഴത്തേക്ക് വീഴുക. അതായത് ഈ എല്ല് താഴത്ത് നിൽക്കുമ്പോൾ ആ എല്ലും മുകളിലുള്ള വിമാനം കൂടി ഇന്നലെ ഒരു വര വരയ്ക്കാൻ പറ്റില്ലേ? ഇല്ലേ? അപ്പൊ ഒരു വര വരച്ചാൽ അതിനെ ക്രോസ് ചെയ്തിട്ട് വിമാനം പോയത്. അതിനെ ക്രോസ് ചെയ്ത് പോയതുകൊണ്ടാണ് ആ വിമാനം എന്തായി പോയത്? താര കൂട്ടാൻ നേരെ താഴത്തേക്ക്. അപ്പോ ഇദ്ദേഹം എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ വാലഖില്യന്മാര് പറഞ്ഞു, പണ്ട് ഒരു മഹാത്മാവുണ്ട്, അദ്ദേഹം നാരായണ കവചം എന്ന മന്ത്രം ജപിച്ചു സിദ്ധി വരുത്തിയ ആളാണ്. നാരായണ കവചം എന്ന് പറഞ്ഞ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ആളാണ് അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിച്ചത് ഇവിടെയാണ്. ആ ശരീരത്തിലെ എല്ലുകളാണ് ഇപ്പോൾ താഴെ നിങ്ങൾ കണ്ടത്. ഈ എല്ലിവിടെ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് വിമാനം ഇതിലെ പോയാലും അതൊക്കെ ഈ എല്ലിന്റെ പവർ കൊണ്ട് എത്ര ദൂരം ഉണ്ടാവും? ഒരു വിമാനം കുറേ മുകളിൽ കൂടിയ പറക്കുക. അപ്പൊ ആ എല്ലിന്റെ പവർ കൊണ്ട് അതിലെ പോകുന്ന എല്ലാ വിമാനങ്ങളും എന്താവും? അതോടെ ഉടനെ താഴ്ത്തേക്ക് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയും ഈ ഭാഗത്ത് വിമാനാപകടം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? ആ എല്ലുകൾ മുഴുവൻ പറക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എല്ല് മുഴുവൻ പറക്കിയിട്ട് സരസ്വതി നദിയിൽ കൊണ്ടുപോയിട്ട് അവർ നിക്ഷേപിച്ചു. കാരണം ആ പുഴയുടെ മുകളിൽ കൂടെ എയർ റൂട്ട് ഇല്ല. എയർ റൂട്ട് പറഞ്ഞാൽ എന്താ? വിമാനം ചില പ്രത്യേക സ്ഥലത്തൂടെ പോകും. കാരണം ആകാശത്തിൽ തോന്നിയമാതിരി പോകാൻ പറ്റും. അപ്പൊ സരസ്വതി നദിയുടെ മുകളിൽ കൂടെ അതിലെ വിമാനം പോകാത്തത് കൊണ്ട് അവരവിടെ കൊണ്ട് നിക്ഷേപിച്ചോളാൻ പറഞ്ഞു. കാര്യം മനസ്സിലായില്ല. അപ്പൊ അതായത് നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തിയ ഒരാള് സമാധിയായിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ എല്ലിന്റെ ശക്തി കുറഞ്ഞില്ല എന്നർത്ഥം. ആ നാരായണ കവചത്തിന്റെ മഹിമ പറയാനാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇതൊക്കെ കേട്ടാലെങ്കിലും നിങ്ങളിൽ കുറച്ച് ആൾക്കാരെങ്കിലും ദിവസേന നാരായണ കവചം ജപിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ജപിക്കണില്ലെങ്കിലോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞു അതല്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും ജപിക്കുമോ നാരായണ കവചം? ശരീരത്തിന് നല്ല ശക്തി വേണ്ടേ?
വേണ്ടേ? വേണം. ശരീരത്തിന് നല്ല ശക്തി വേണം, മനസ്സിന് നല്ല ശക്തി വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ദിവസേന നാരായണ കവചം മുടങ്ങാണ്ട് ജപിച്ചാൽ മതി. എന്നും ജപിക്കുക, മുടങ്ങാതെ കുറേ ദിവസം ജപിച്ചാൽ പിന്നെ അത് മുഴുവൻ എന്താവും? ഹൃദിസ്ഥമാണ്. അപ്പോൾ നമ്മൾ ആൾക്കാർ ആരോഗ്യം ഉണ്ടാവുമെന്ന് അർത്ഥം. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നല്ലേ? ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ തന്നത്? എന്തൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. എന്നാലും മിഠായി എങ്കിലും വാങ്ങിത്തരില്ല. തിരുമേനി ഇതൊക്കെ പറഞ്ഞു എന്നാലും മിഠായി എന്നല്ല. നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക എന്നല്ലാണ്ട് മിഠായി തരുന്നുണ്ടോ? എന്തോ തിരുമേനി ഇത്ര വലിയ ഞാനിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. കാരണം നിങ്ങളുടെ എല്ലിന് തകരാറായിട്ട് നിങ്ങൾ ഓർത്തോ എന്ന് പറയുന്ന ആളാണ് കാണിക്കുക. അയാൾ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലിൻ്റെ ഡോക്ടറെ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. അയാളുടെ പേര് ഓർത്തോ എന്നാണ്. എന്താ പേര്? ഓർത്തോ. അപ്പൊ എല്ലിൻ്റെ ഡോക്ടറെ ഓർമ്മിക്കാൻ വേണമെങ്കിലൊക്കെ മെഡിക്കൽ ഓർത്തോ എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ എല്ലിൻ്റെ ആളാണ്. ഓരോരോ പേര് ഇംഗ്ലീഷിൽ വായിച്ച് ഇയാൾ എന്താ ചികിത്സിക്കണം? ഇത് ഓരോന്നും ചികിത്സിക്കുമ്പോൾ ഓരോരുത്തരാണ്. പണ്ടൊക്കെ എല്ലാം കൂടി ചികിത്സിക്കാൻ ഒരു ഡോക്ടറാണ്. ഇപ്പം അങ്ങനെയല്ല, ഓരോന്നും ചികിത്സിക്കാൻ സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ എപ്പോഴെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയാൽ എല്ലിൻ്റെ ഡോക്ടറെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ എന്ത് എഴുതിയിട്ടുണ്ടാവും? ഓർത്തോ എന്ന് പറഞ്ഞാൽ നീ എന്നെ ഓർമ്മിച്ചോന്ന്, ORTHO എന്ന് എഴുതിയാൽ അയാൾ എല്ലിൻ്റെ ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഓരോരോ വാക്ക് കേട്ടാൽ മനസ്സിലാവേണ്ടത് ആരാ എന്താണ് ചികിത്സിക്കുക എന്നൊക്കെ അല്ലേ. ചിലതിൽ 3 അക്ഷരം എഴുതിയിട്ടുണ്ട്. ENT. എന്താ ഡോക്ടറുടെ പേരിൻ്റെ അവിടെ ENT എന്ന് എഴുതിയിട്ടുണ്ട്. അയാൾ എന്താ ചെയ്യുക? പറഞ്ഞാൽ ഇയർ, എന്ന് പറഞ്ഞാൽ നോസ്, T പറഞ്ഞാൽ ത്രോട്ട്. ഇയർ പറഞ്ഞാൽ എന്താ? പണ്ട് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ചെവി എന്നൊക്കെ പഠിച്ചില്ലേ? 5ാം ക്ലാസ്സിൽ വിവരം ഉണ്ടാവണം. അപ്പം അയാൾ ചെവി നോക്കും. നോസ് എന്താ? മൂക്ക്. അയാൾ ചെവി നോക്കും, മൂക്ക് നോക്കും. പിന്നെ എന്താണ്? T പറഞ്ഞാൽ ത്രോട്ട്. ത്രോട്ട് എന്താ? തൊണ്ട. ഇത് 3 മാത്രമേ അയാൾ നോക്കുള്ളൂ. അയാളുടെ മുമ്പിൽ ഇപ്പോൾ വയറുവേദനയായിട്ട് പോയാലോ? വയറുവേദനയായിട്ട് അയ്യോ വയറുവേദനയായിട്ട് ഇല്ല, വയറുവേദനയായിട്ട്. അപ്പോൾ ഡോക്ടർ പറയും ENT. ഞാൻ ENT ആണ്. നിങ്ങൾ ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ പോയാൽ മതി. ഡോക്ടറെ വയറുവേദനയായിട്ട് അല്ല 16 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവിടെ പോയി കണ്ടോളൂ. കുടുങ്ങിയില്ലേ? എന്തൊരു ലോകാണിതല്ലേ. ഓരോരോ ചികിത്സയ്ക്ക് നമ്മൾ ഓരോരുത്തർ മതിയെ. പല്ലിന് അവിടെ പോകണം, വയറിന് ഇവിടെ പോകണം, മൂക്കിന് മൂക്കത്ത് പോകണം. ഇങ്ങനെ നമ്മളിട്ട് വട്ടത്തിലാക്കുകയാണ് എല്ലാവരും കൂടി. പണ്ടൊന്നും ഇങ്ങനെ ഇല്ല. പണ്ടൊക്കെ എന്ത് വയ്യായുണ്ടെങ്കിലും ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ മരുന്ന് കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ വയ്യായി പമ്പ കടന്ന് പോകും. കാലം മാറി, മനുഷ്യന്മാര് കഷ്ടത്തിലായി അല്ലേ. 5 സൂക്കേടുണ്ടെങ്കിൽ നിങ്ങൾ 5 ഡോക്ടർമാരെ കണ്ടാൽ മതിയാവില്ല. അപ്പൊ ശരിയല്ല ഈ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. ഏതായാലും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ചെയ്യുക, സൈക്കിളില്ലാണ്ടെന്ന് നിർത്തിയില്ലല്ലോ. ഏതായാലും ഈ നാരായണ കവചം ജപിച്ചാൽ നമുക്ക് എന്തുണ്ടാവും? നല്ല ശക്തി ഉണ്ടാവും. നല്ല ശക്തി, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ചികിത്സയ്ക്ക് പണം ചെലവഴിക്കണോ? അപ്പൊ നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 ലക്ഷം രൂപ ലാഭമായി. എൻ്റെ പ്രഭാഷണം കേട്ട് ഒരു 12 ലക്ഷം റുപ്യ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ലാഭമായി. എന്താ കാരണം? മറ്റ് നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഇപ്പം എല്ലാത്തിനും ലക്ഷങ്ങളാണ്. പണ്ടൊക്കെ ചെറിയ പൈസ മതി. ഇപ്പം ചികിത്സയ്ക്കൊക്കെ ലക്ഷങ്ങളാണ്. അല്ലെങ്കിൽ കല്യാണിയമ്മയോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ ദാമോട്ടനോട് ചോദിച്ചു നോക്കൂ. എല്ലാവരും പറയും 12 ലക്ഷമായി, 16 ലക്ഷമായി. അതൊക്കെ 16 ആയിട്ടുള്ളൂ, 36 വയസ്സല്ല, ലക്ഷം. ഒക്കെ ഇപ്പം ലക്ഷങ്ങളേ ഉള്ളൂ. അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്കൽ. എന്തൊരു കഷ്ടം ആലോചിച്ചു നോക്കൂ. എന്തൊരു കഷ്ടമാണ് ഇത്. വലിയ കഷ്ടമാണ്. ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുക. ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം മുഴുവൻ എന്തിനാണ് ചെലവാക്കുന്നത്? മുഴുവൻ ഈ ചികിത്സയ്ക്ക് ചെലവാക്കുന്ന ഒരു ലോകമല്ലേ. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ശരിയല്ല. ഇങ്ങനെ ലക്ഷങ്ങളൊന്നും മനുഷ്യന്മാരെ കൊണ്ട് ചെലവാക്കിയിട്ടുള്ള ഒരു ചികിത്സാ രീതി അല്ല ഭാരതം വിഭാവനം ചെയ്തത്. ഭാരതം പണ്ട് ഒരുപാട് വിഭാവനം ചെയ്തിരുന്നു. അതിലൊന്നും ഇത്ര ചെലവില്ല. എന്തിനാ ചികിത്സ? ഇന്ന് ചികിത്സയ്ക്കൊക്കെ ഒരു ചെലവല്ലേ.
ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ പിടിക്കുകയാണ്. എല്ലാവരും കൂടി പാപം മനുഷ്യരായ നമ്മളങ്ങനെ അവിടുന്നും ഇവിടുന്നും എല്ലാ ഭാഗത്തുനിന്നും 4 ഭാഗത്തുനിന്നും നമ്മളങ്ങനെ പിഴിഞ്ഞ് 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 നമ്മളൊക്കെ ചണ്ടി ഇറക്കുകയാണ് അല്ലേ. പിഴിഞ്ഞ ചണ്ടിയല്ലേ ഉണ്ടാവുള്ളൂ. തേങ്ങയൊക്കെ പിഴിയാറില്ലേ വീട്ടിൽ ബാക്കി എന്താ ഉണ്ടാവുക? ചണ്ടി പീരാന്ന് പറയുന്നത്. തേങ്ങ പാലോ ഒക്കെ എടുത്താൽ ബാക്കിയുള്ളതൊരു പീരയാണ്. ഇങ്ങനെ നമ്മളൊക്കെ പിഴിഞ്ഞ് 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 തേങ്ങാപ്പീര മാതിരിയാക്കണം എല്ലാവരും കൂടി. പാവം മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല എന്താ ചെയ്യുക. പക്ഷെ എനിക്കൊരു വഴി അറിയാം, ഭാഗവതത്തിൻ്റെ വഴി അറിയാം. ഭാഗവതത്തിൻ്റെ വഴി കൂടെ സഞ്ചരിച്ചോളൂ, നിങ്ങൾക്ക് ഈ മാതിരി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ സഞ്ചരിക്കാൻ തോന്നണ്ടേ? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ നാരായണ കവചം ജപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയോ? നാളെ തൊട്ട് തുടങ്ങണം. ദിവസേന നാരായണ കവചം നാളെ തൊട്ടങ്ങൾ ജപിച്ചു തുടങ്ങിയാൽ നമുക്ക് അതുകൊണ്ട് മെച്ചമുണ്ടാവുമെന്ന് അർത്ഥം. ഏതായാലും നാരായണ കവചം പോലുള്ള മന്ത്രങ്ങളൊക്കെ എവിടെയുണ്ട്? ഭാഗവതത്തിലുണ്ട്. നിങ്ങളെടുത്ത് വായിക്കുക, പഠിക്കുക, ദിവസേന ചെയ്യുക. കുട്ടികളോടൊക്കെ പറയാം. ഏതായാലും വൃത്രാസുരന് മനസ്സിലായി ഒരിക്കൽ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുകയായിരുന്നു വൃത്രാസുരൻ. ആ വൃത്രാസുരൻ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുമ്പോൾ മനസ്സിലായി ദേവേന്ദ്രന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. ആ ആയുധം വജ്രായുധമാണ്. ആ വജ്രായുധം ഉണ്ടാക്കിയത് നാരായണ കവചം എന്ന മന്ത്രം ജപിച്ചു സിദ്ധി വരുത്തിയ ഒരു താപസന്റെ എല്ലുകൊണ്ടാണ് വജ്രായുധം ഉണ്ടാക്കിയത്. മറന്നു പോകരുത്. എങ്ങനെയാ വജ്രായുധം ഉണ്ടാക്കിയത്? വജ്രായുധം എന്ന് കേട്ടില്ലേ? വജ്രായുധത്തിന് നല്ല ശക്തിയാണ്. അതെങ്ങനെയാ ഉണ്ടാക്കിയത്? നാരായണ കവചം എന്ന മന്ത്രം ജപിച്ചു സിദ്ധി വരുത്തിയ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ദധീജി എന്നാണ് ആ മഹർഷിയുടെ പേര്. ആ മഹർഷിയുടെ എല്ലിന് നല്ല ശക്തിയാണ്. ആ എല്ല് കൊണ്ടാണ് ദേവേന്ദ്രൻ തൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല ആയുധമായ വജ്രായുധം ഉണ്ടാക്കിയത്. ആ വജ്രായുധവും കയ്യിലെടുത്തിട്ടാണ് ദേവേന്ദ്രൻ ആരോട് യുദ്ധത്തിന് വന്നത്? വൃത്രാസുരനോട് യുദ്ധത്തിന് വന്നത്. അങ്ങനെ വൃത്രാസുരനും ദേവേന്ദ്രനും കൂടി പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ ചില വിശ്രമവേളകൾ ഉണ്ടായിരുന്നു. ആ വിശ്രമവേളകളുടെ സമയത്തൊക്കെ വൃത്രാസുരൻ എന്താ ചെയ്തത്? ഭഗവാനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയാണ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്താണ്? പതിവ്രത ഭർത്താവിനെ ചിന്തിക്കുന്നത് പോലെ, ആ ചിറകില്ലാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ അമ്മക്കിളിയെ കാണാൻ കൊതിക്കുന്നത് പോലെ, അതുപോലെ ഈ പശുക്കുട്ടി ആ അമ്മയുടെ തള്ളപ്പശുവിൻ്റെ അടുക്കൽ പോയി പാല് കുടിക്കാൻ കൊതിക്കുന്നത് പോലെ വൃത്രാസുരൻ പറഞ്ഞു, എൻ്റെ മനസ്സ് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുവായ ദേവേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ദേവേന്ദ്രൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ വൃത്രാസുര, എനിക്ക് പോലും ഇങ്ങനെ കൃഷ്ണഭക്തി ഉണ്ടായിട്ടില്ല. ഞാൻ സ്വർഗത്തിലെ രാജാവാണ്, പക്ഷെ എനിക്ക് എന്തുണ്ടായിട്ടില്ല? എനിക്ക് ഭക്തി ഉണ്ടായിട്ടില്ല. അങ്ങന്റെ ശത്രുവാണ്, പക്ഷെ അങ്ങക്ക് എന്തൊരു ഭക്തി, അങ്ങ് എന്ത് ഭക്തിയോട് കൂടിയിട്ടാണ് യുദ്ധക്കളത്തിൽ വെച്ച് ഗുരുവായൂരപ്പനെ വിളിക്കുക. അമ്പലത്തിൽ നിന്നല്ല, അമ്പലത്തിൽ തന്നെ ഇരിക്കണത്. അമ്പലത്തിലൊന്നുമല്ല വൃത്രാസുരൻ. ഒരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധക്കളത്തിൽ ഇരുന്നിട്ടാണ് വൃത്രാസുരൻ ഹരേ നാരായണ 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 ഭക്തിയോടുകൂടി വൃത്രാസുരൻ യുദ്ധക്കളത്തിൽ ഇരുന്നിട്ടാണ് നാമം ജപിക്കുന്നത്. നമ്മൾ എവിടെയാ ഇരിക്കണത്? ഇപ്പോ യുദ്ധക്കളത്തിലാണ്. ഈ നല്ലൊരു അമ്പലം, ആ അമ്പലത്തിന്റെ തിരുമുറ്റത്തല്ലേ നമ്മൾ ഇരിക്കണത്. നിങ്ങളോട് നാമം ജപിക്കും പറഞ്ഞാൽ നാമം ജപിക്കൂ. 4 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട് തോന്നും. നാമം ജപിക്കണ കഞ്ഞി കുടിച്ചിട്ട് 4 ദിവസമായി തോന്നും. നാമം ജപിക്കൂ. ഞാൻ നാമം ജപിക്കുക. ഒരു കഞ്ഞി കുടിച്ച ഒരു പ്രഭാവമെങ്കിലും വേണ്ടേ? വൃത്രാസുരൻ എങ്ങനെയാണ് നാമം ജപിക്കുന്നത്? എവിടെ ഇരുന്നിട്ടാണ് നാമം ജപിക്കുന്നത്? അപ്പൊ അമ്പലത്തിൽ എത്ര ശക്തിയായിട്ട് നമ്മൾ നാമം ജപിക്കണമല്ലേ? അമ്പലങ്ങളുടെ ശക്തി പറയുന്നത് നമ്മുടെ നാമജപത്തിന്റെ ശക്തിയാണ്. ഗുരുവായൂരൊക്കെ കണ്ടില്ലേ എത്രയാ ആൾക്കാർ ഗുരുവായൂർ തൊഴാൻ വേണ്ടി? എന്താ അതിന്റെ ശക്തി? അത് നാമം ജപിക്കുകയാണ്. അവിടെ വരുന്ന ഭക്തന്മാരൊക്കെ നാരായണ നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ രാധ ഗോവിന്ദ. എല്ലാ ഭക്തന്മാരുടെ കണ്ഠങ്ങളിൽ നിന്നും അനവരതമായി അനുസ്യൂതമായി ഈ നാമജപം അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഗുരുവായൂരമ്പലത്തിൽ ഇപ്പോഴും ഇത്രയും ചൈതന്യമുണ്ടായത്. ശബരിമലയിൽ എന്താ കാരണം? സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഏത് നാട്ടിൽ നിന്ന് വരുന്ന ആരാണെങ്കിലും എല്ലാവരും ഈ മന്ത്രം ജപിക്കുക. ആ മന്ത്രത്തിന്റെ ആ നാമത്തിന്റെ ശക്തിയാണ് എവിടെയുള്ളത്? ശബരിമലയിലുള്ളത്. ചോറ്റാനിക്കരയിലോ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മട്ടന്നൂർ അമ്പലത്തിലോ ഞാൻ കുറെ നേരമായി നോക്കുന്നു, ഇവിടെ ശോകമാണ്. എല്ലാവരും തന്നെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇവിടെ പെരിയാരമ്പലത്തിൽ അതിലൂടെ നാളെ നാമം ചോദിക്കണം കേട്ടോ. നമ്മള് ഞാൻ കുറെ നേരം ഇന്നലെ നോക്കി, ഞാൻ നോക്കി, ഇന്ന് നോക്കി, ആരെങ്കിലും നാമം ജപിക്കുന്നുണ്ടോ? എല്ലാവരും ഇതിനെ അങ്ങോട്ട് കയറി പോവുകയും അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ മുന്നിലേക്ക് പോകും. ആത്തേക്ക് ഒന്ന് നോക്കും, നിങ്ങളാണ് ഉണ്ടല്ലേ, എന്നാ ശരി, ഇങ്ങനെയാണ് ഇതെന്തൊക്കെയല്ലേ. അതിങ്ങനെ തിരിഞ്ഞ് ഒരു പ്രസാദമൊക്കെ വാങ്ങി നേരെ ഇവിടെ ഒന്ന് പോയി. നാമജപവും ഇല്ല, ഒന്നുമില്ല. അകത്ത് വരെ നാമം ജപിക്കണ്ടേ? ആരുടെ നാമം ജപിക്കണം? സുബ്രഹ്മണ്യന്റെ നാമം ജപിക്കണ്ടേ? അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ എല്ലാവരും ഭക്തിയോടുകൂടി ആരുടെ നാമം ജപിക്കണം? സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമം ജപിക്കണ്ടേ? ആ മഹാവിഷ്ണുവിന്റെ അവിടെ അങ്ങനെ ഇന്നലെ വൈകുന്നേരം ദീപാരാധന കണ്ടു. ഞാൻ അങ്ങനെ നോക്കണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഇപ്പൊ തുറക്കും നാമം ജപിക്കണം വേണ്ടേ? ഏത് അമ്പലമാണെങ്കിലും ആ ദേവന്റെ നാമം ജപിക്കേണ്ടത് അവിടെ വരുന്ന ഭക്തന്മാരുടെ ചുമതലയാണ്. അപ്പൊ നമ്മൾ നാമം ജപിച്ചാലാണ് ആ ക്ഷേത്രത്തിന് എന്തുണ്ടാകുന്നത്? ഒരു ചൈതന്യം ഉണ്ടാവുക. നാമജപത്തിന് അത്ര ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ജപിക്കാൻ മടി കാണിക്കരുത്. മാത്രമല്ലാതെ എപ്പോഴും ജപിക്കാം. ഏതായാലും വൃത്രാസുരന് നാമം ജപിച്ച് ഭഗവാനെ യുദ്ധത്തിന്റെ അവസാനത്തിൽ പ്രത്യക്ഷമായി കാണാൻ സാധിച്ചു. ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ആ വൃത്രാസുരന്റെ ഉള്ളിലുള്ള ആ ജീവാത്മാവിനെ ഭഗവാൻ തന്നെ എടുത്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയി. ആരെയും കൊണ്ടുപോയില്ല, മറ്റയാളെ കൊണ്ടുപോയില്ല. ദേവേന്ദ്രൻ അവിടെ ഇരിക്കണ്ട്. ദേവേന്ദ്രനെ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയില്ല. അതെന്താ കാരണം? ദേവേന്ദ്രന് ഭക്തി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഭക്തിയുള്ള വൃത്രാസുരന്റെ ജീവനെ ഭഗവാനാണ് അവിടെ തന്നെ വന്ന് ആ യുദ്ധക്കളത്തിൽ നിന്ന് ആ ജീവനെ നേരെ എടുത്ത് ഭഗവാന്റെ ദിവ്യമായ വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അസുരനാവില്ലേ നല്ലത്? ദേവേന്ദ്രനായ ദേവന്മാരുടെ നേതാവായ ദേവേന്ദ്രന് എന്ത് കിട്ടിയില്ല? ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ അസുരനായ വൃത്രാസുരന് എവിടേക്ക് പോകാൻ പറ്റി? ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റി. അപ്പൊ ദേവനേക്കാൾ നല്ലതല്ലേ അസുരൻ? അതായത് ഭാഗവതം പറയുന്നത് നിങ്ങൾ ദേവനാണോ, അസുരനാണോ, ഗന്ധർവനാണോ, മനുഷ്യനാണോ, ആനയാണോ, കുതിരയാണോ, ഇതൊന്നും ഭാഗവതം ചോദിക്കണില്ല. നിങ്ങൾക്ക് ഭക്തിയുണ്ടോന്നേ ചോദിക്കുന്നത്. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ പാദത്തിൽ അചഞ്ചലരായ ഭക്തി ഉണ്ടാവണം. ആ ഭക്തി ഉണ്ടാവാനാണ് ഭാഗവതം കേൾക്കാൻ വരണം എന്ന് പറഞ്ഞത്. ഭാഗവതം നല്ലതുപോലെ ശ്രദ്ധയോടെ കേട്ടാൽ ഓരോരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഭഗവാന്റെ കഥ കേട്ട് നമുക്ക് ഭഗവാനോട് എന്തുണ്ടാവും? ഭക്തി ഉണ്ടായിത്തീരും. ആ ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുകയുള്ളൂ. അപ്പൊ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷ വിജയിക്കലല്ല. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധമായ ഭക്തി ഉണ്ടാവുകയാണ്. ആ ശുദ്ധമായ ഭക്തി ഉണ്ടായാൽ നമ്മുടെ ജീവിതം പരമാനന്ദമായിട്ട് ജീവിക്കണ്ടേ? വേണ്ട, അങ്ങനെ ജീവിച്ചാൽ മതിയോ? ഇപ്പൊ നിങ്ങൾ ജീവിക്കണമാതിരി ജീവിച്ചാൽ മതിയോ? പോരാ. പരമാനന്ദമായിട്ട് ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. എല്ലാവർക്കും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പരമാനന്ദമായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ്? ഏതായാലും 3 ദിവസം കഴിയാറായി. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് മട്ടന്നൂർ അമ്പലത്തിൽ വന്ന് ഇവിടെ പറയുന്ന ഭാഗവതം കേട്ടിരുന്നാൽ മതി. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ഇരുന്നാൽ മതി. എന്തൊരു സുഖമല്ലേ? വീട്ടിലാണ് എന്തെല്ലാം ചെയ്യണം. എൻ്റെ അമ്മേ
വീട് ആലോചിക്കാൻ വയ്യ. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാണ്. എന്നിട്ട് വല്ലൊരു അവാർഡ് തരുന്നുണ്ടോ? ഉണ്ടോ? അവാർഡ് പോയിട്ട് 10 രൂപ പോലും തരില്ലല്ലോ. ആ സിങ്കിലെ പാത്രം മുഴുവൻ കഴുകിയിട്ട് നിങ്ങൾക്ക് എത്ര പെട്ടി? ഒരു പാത്രത്തിന് 10 റുപ്യ കണക്കാക്കിയാൽ നിങ്ങൾ എത്ര പാത്രം കഴുകിയിട്ടുണ്ടോ? എന്നിട്ട് 100 പെട്ടി നിങ്ങൾക്ക്. എത്ര ഡ്രസ്സ് നിങ്ങൾ വാഷ് ചെയ്തു? എത്ര പെട്ടി? എത്ര ഇഡ്ഡലി ഉണ്ടാക്കി, എത്ര ചപ്പാത്തി ഉണ്ടാക്കി, എത്ര ചായ ഉണ്ടാക്കി? ശമ്പളം കിട്ടിയോ? വീട്ടമ്മമാരോട് ചോദിക്കുക. ശമ്പളം തരികയാണെങ്കിൽ കലക്ടറേക്കാൾ ശമ്പളം ആർക്ക് തരണം? കണ്ണൂർ ജില്ലയിലെ കലക്ടറേക്കാൾ ശമ്പളം ആർക്ക് കൊടുക്കണം? ഒരു വീട്ടമ്മയ്ക്ക് കൊടുക്കണം വേണ്ടേ? കണ്ണൂർ ജില്ലയിലെ കലക്ടർക്ക് അത്രയും ശമ്പളം കൊടുക്കണ്ട. അതിനേക്കാൾ പണിയെടുക്കുന്നത് വീട്ടമ്മ. എന്നിട്ടും വീട്ടമ്മയ്ക്ക് ഇവിടെ എന്തില്ല? ഇതിന് 10 റുപ്യ പോലും കിട്ടുന്നില്ലേ? അതാണ് വീട്ടമ്മയുടെ മഹത്വം അല്ലേ? തമാശ പറഞ്ഞല്ല. കലക്ടറേക്കാളും ജോലി ഉണ്ടായി. കലക്ടർക്ക് അത്രയൊന്നും ജോലി ഇല്ലാതിരിക്കുന്നല്ലോ. ഇപ്പൊ ഇലക്ഷനൊക്കെ വന്നില്ലേ? ഇലക്ഷന്റെ മുഴുവൻ ചാർജും ആർക്കാം? കണ്ണൂർ ജില്ലയിലെ ഇലക്ഷന്റെ മുഴുവൻ ചാർജും കലക്ടർക്കാണ്. പക്ഷെ എന്നാലൊരു വീട്ടമ്മയുടെ അത്രയൊന്നും ആവില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാല് ഇവിടുത്തെ ഒരു സാധാരണ വീട്ടമ്മ. എന്നിട്ടോ 10 റുപ്യ പോലും വരുമാനമില്ല. അതെന്തൊരു ത്യാഗസമ്പന്നമായ ജീവിതമാണല്ലേ. ഇങ്ങനെയുള്ള കുറേ അമ്മമാരുണ്ടായത് കൊണ്ടാണ് ഇവിടെ കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായത്. ഈ നേതാക്കന്മാരൊക്കെ എന്താണ് എളിഞ്ഞ് നടക്കണതേ അവിടെ പിന്നൊരു അമ്മ ഉണ്ടായിട്ടാണ്. അതാണ് പണ്ട് ആരോ പറഞ്ഞു, ഓരോരുത്തരുടെ ജീവിത വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ട്. പണ്ടാരോ പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ വിജയിച്ച് കേമനായാൽ അതിന്റെ പിന്നിൽ ഇടാതിരിക്കുന്ന ഒരമ്മയുണ്ടായിരിക്കും. ആ അമ്മയ്ക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അമ്മയെ അത് അറിയും കൂടി ഇല്ല. അല്ലേ? പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി. ഏതായാലും ഭാഗവതം നമ്മളോട് പറയുന്നു, ഈ ഭക്തി ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക, ഭാഗവതം കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഉച്ചയ്ക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഉച്ചയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞു അവരോട് പോണ്ട 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 എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇവർ പോയി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 മണിയാകുമ്പോഴേക്ക് വരണേ. ചിലപ്പോൾ കുളിച്ചു കൊടുത്ത് വരികയായിരിക്കും, എനിക്ക് അറിയില്ല. ഏതായാലും നമ്മളിനി കേൾക്കാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രഹ്ലാദന്റെ കഥയാണ്. ഗംഭീരമായൊരു കഥയാണ്. ഏതായാലും എല്ലാവരും ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ പോയതുപോലെ ചായ കഴിഞ്ഞാലും കുറെ ആൾക്കാർ പോകുമോ? ഇനിയിപ്പോൾ ചായക്ക് വിടാൻ പോവുകയാണ്. എനിക്കറിയില്ല എന്താ നിങ്ങളുടെ വീട്ടിൽ ഇത്ര വലിയ ഭൂകമ്പം നിൽക്കി മനസ്സിലായില്ല. വീട്ടുകളിലെ ഭൂകമ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ വീട്ടിൽ പോകേണ്ടത്. അല്ലാണ്ട് ഒരു സാധാരണ ഒരു വീട്ടിൽ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒരു സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും. ഞാനൊരു വീട്ടുകാരനാണ്. എനിക്കുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയോടുണ്ട്. എന്നിട്ട് ഞാൻ ഇരിക്കണല്ലേ? എൻ്റെ വീട്ടിലെ കാര്യക്കാരെ നോക്കുക. മണി അടിച്ചു സത്യം. എൻ്റെ വീട്ടിലെ കാര്യത്തെ ഞാൻ നോക്കണ്ടേ? ഞാൻ ഇവിടെ ഇരിക്കണത്. അപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളൊക്കെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അത്രയ്ക്കേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാം. ഞാൻ എല്ലാ ജോലിയും ചെയ്യും. എൻ്റെ വീട്ടിലുള്ള എല്ലാ ജോലിയും എനിക്ക് അറിയുകയും ചെയ്യും. എൻ്റെ വീട്ടിൽ വന്നോ, ഞാൻ വീട്ടിലുള്ളപ്പോൾ എൻ്റെ അടുത്ത് വന്നോ, അപ്പം അങ്ങനെ കാണാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. അത് എന്തൊക്കെ ജോലി നിങ്ങളുടെ വീട്ടിൽ നിന്നെന്ന് എനിക്കറിയാം. അതിൽ നിങ്ങളൊക്കെ ഇരുന്നല്ലോ. ഏതായാലും നരസിംഹാവതാരത്തിന് ധാരാളം പേര് വന്നിരുന്ന് കേൾക്കണം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഞാൻ പ്രതീക്ഷിക്കുന്നത് 5000 ആൾക്കാരെയാണ്. എത്ര ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്? പരിയാരം ക്ഷേത്രത്തിൽ നരസിംഹാവതാരം കേൾക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് 5000 ആൾക്കാരെയാണ്. കാരണം കോഴിക്കോട്ട് നിന്നാണ് കുറ്റിക്കാട്ടൂർ അമ്പലത്തിൽ ഏകദേശം 4000 ആൾക്കാരുണ്ടായിരുന്നു നരസിംഹാവതാരം കേൾക്കാൻ. ഒരു ചെറിയൊരു അമ്പലം, 4000 ആൾക്കാരാണ് ആ അമ്പലത്തിൽ നരസിംഹാവതാരം കേൾക്കാനുണ്ടായത്. അതേക്കാൾ വലിയ ഈ അമ്പലമാണ്. 5000 ആൾക്കാരെങ്കിലും വേണ്ടേ? ഞാനായിരുന്നു ആചാര്യൻ. കുറ്റിക്കാട്ടൂരിന് സ്ഥലമുണ്ട് കോഴിക്കോട്ട്, അവിടെ ഞാനായിരുന്നു ആചാര്യൻ. അവിടെ 4000-ഓളം ആൾക്കാരായിരുന്നു എന്ത് കേൾക്കാൻ വന്നത്? നരസിംഹാവതാരം കേൾക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ 5000 ആണെങ്കിലും വരണ്ടേ? നമുക്ക് നോക്കാം. ചിലപ്പോൾ വരെയിരിക്കും. ഇവരൊക്കെ വരുന്നുണ്ട്. പൊട്ടൊക്കെ തോന്നുന്നുണ്ട്. പൊട്ട് തൊടുക, സാരി എടുക്കുക, മുണ്ടെടുക്കുക. വരുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ചായ കഴിച്ചു വന്നോളൂ. ചായ കഴിച്ചു വരൂ. വേഗം പോയിട്ട് ചായ കഴിച്ചു വരും. എണീക്കൂ. ചായ തണുത്ത് പോകും. വേഗം പോവുക, ചായ കഴിക്കുക.
തിരിച്ചു വരിക, ഇവിടെ വന്നിരിക്കുക. പാനകം എല്ലാവരും ഷീട്ടാക്കണേ. നരസിംഹമൂർത്തിയുടെ ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണ് പാനകം. എല്ലാവരും മറന്നു പോകാണ്ട് പാനകം കൊണ്ടുവന്ന് ഷീട്ടാക്കുക. പിന്നെ നരസിംഹാവതാര സമയമാകുമ്പോൾ ഞാൻ പറയും എല്ലാവർക്കും എന്ത് ആ സമയത്ത് ദീപളക്ക് എത്തിക്കാം. പുഷ്പാഞ്ജലി ചായ കഴിച്ചു എന്നുള്ള എന്നിട്ടാ ചായ കഴിച്ചു വന്നിട്ട് നമുക്ക് വഴിപാടുകളൊക്കെ ചിന്തിക്കാം. നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമേലി സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമേലി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമേലി സ്വാമി ശരണഗാനം പാടി പാടി ഞങ്ങൾ വരുമ്പോൾ ശബരിമലയിൽ വന്നവനെ കണ്ടു തൊഴുമ്പോൾ അഖിലലോകനായ ശരണമയ്യപ്പ സർവലോക പാപങ്ങൾ തീർക്കണമപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമേലി സ്വാമി ശരണമയ്യപ്പ. എത്ര കോടി ഭക്തജന ശരണമയ്യപ്പ പാടി ഭക്തിമുക്തിക്കായ യപ്പ. എത്ര കോടി ഭക്തജന ശരണമയ്യപ്പ പാടി ഭക്തിമുക്തിക്കായ യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എൻ്റെ ജന്മകർമ്മവൻ തീർക്കണമപ്പ മനസ്സ് തോന്നണമപ്പ. എൻ്റെ ജന്മകർമ്മഫലം തീർക്കണമപ്പ അത്